നമ്മുടെ നഴ്സറിയിൽ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ഏതായാലും നമ്മൾ ആ സ്പോട്ടിൽ എത്തിച്ച് അവരുടെ വീടിന്റെ മുകളിലായാലും മുറ്റത്തായാലും അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ ബാരലിൽ നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് ഉൾപ്പെടെ പ്ലാന്റുമായിട്ട് പോയിട്ട് നമ്മൾ അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ കാണുന്നതാണ് ചില്ലി മാംഗോ, അതായത് അമേരിക്കൻ്റെ ആണ്. നമ്മുടെ ബജിമുളക് പോലെ ഭയങ്കര ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി മാവാണ്. നമ്മുടെ നഴ്സറിയിൽ പ്ലാവിൻ്റെ ഏകദേശം ഒരു 40ഓളം വെറൈറ്റി പ്ലാവ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നത് ഇബിയാർക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, അതായത് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ പ്ലാവിൽ പെടുന്നതാണ്. ഫിലിപ്പീൻസിൻ്റെയാണ്. അതിൻ്റെ ഇല കാണുമ്പോൾ പറയാം, ഇല ഇത്രയും വലിപ്പം കണ്ടോ, ഇതിനേക്കാളും വലിപ്പത്തിൽ വരും. വർഷത്തിൽ എല്ലായ്പ്പോഴും ചക്ക കിട്ടുന്ന വിയന്ന സൂപ്പറുകളിൽ പ്ലാവ്. ഇതിൻ്റെ ഈ കാണുന്ന തൈകളാണ് നമ്മൾ 35 രൂപയ്ക്ക് നമ്മുടെ നഴ്സറിയിൽ നേരത്തെ 30 രൂപയായിരുന്നു, ഇതിപ്പോൾ 35 രൂപയാണ്. ഈ മാംഗോസിൻ്റെ ഈ കാണുന്നതെല്ലാം ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതെല്ലാം ഗ്രാഫ്റ്റ് തൈയാണ്. ഇതെല്ലാം ചെറുതിലെ കായ്ക്കുന്നതാണ്. സാധാരണ ചെറിയ ഇതായിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 7-8 വർഷങ്ങൾ എടുക്കാതെ കായ്ക്കില്ല. ഈ കാണുന്നതെല്ലാം നമുക്ക് നിറച്ച് എല്ലാ മാംഗോസും കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. നമ്മുടെ നഴ്സറിയിലെ പ്ലാന്റുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ സീഡ്ലെസ് നാരകം. ഇത് വിദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഒരു നാരകമാണ്. ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിലും വെച്ച് കായ്പ്പിക്കാം. സീഡ്ലെസ് നാരകം ബാരലിൽ നിൽക്കുന്ന ഒരു സീഡ്ലെസ് നാരകം കാച്ചു നിൽക്കുന്നതാണ്. ഇതിൽ നിൽക്കുന്ന കാവൊന്ന് എണ്ണി നോക്കി എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അല്ലേ ചോദിച്ചു വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും, കൊലയിൽ എണ്ണം കൂടുതൽ പിടിക്കും. എണ്ണം കൂടുതൽ പിടിക്കുകയും ചെയ്യും. നല്ല മധുരം കൂടുതലാണ്. അത് പഴുത്തു കഴിഞ്ഞാൽ കേടാവാതെ കൂടുതൽ ദിവസം ഇരിക്കുന്നത്, പറിച്ചു വെച്ചാലും കേടാവാതെ കൂടുതൽ ദിവസം ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് N18. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മടുക്കാത്തൊരു നഴ്സറി എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നഴ്സറി വീഡിയോസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴും ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലും ഒരു പുതുമയുണ്ടാവും. ഇപ്പോൾ വന്നപ്പോഴും അതുപോലെ തന്നെ കംപ്ലീറ്റ് സെറ്റപ്പേ പുള്ളി ആകെ മാറ്റിക്കളഞ്ഞു. നല്ലൊരു പുതിയൊരു നഴ്സറി വരുന്ന പോലെ വരാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരം ഈ ഒരു നഴ്സറിയുടെ കസ്റ്റമർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത തവണ വരുമ്പോഴേക്കും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് പുള്ളി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ നഴ്സറി ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ ഒരു നഴ്സറിയുടെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അതും എടുത്തു പറയാണ്, ഒരുപാട് പ്ലാന്റ്സ് കാഴ്ച നിൽക്കുന്ന പ്ലാന്റ്സ് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഡ്രമ്മിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു നഴ്സറി. ഈ ഒരു നഴ്സറി വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? വന്നോളൂ. ഈ ഒരു നഴ്സറി തുടക്കം മുതൽ തന്നെ നമ്മുടെ ചാനൽ കൃഷിമിത്ര ടി വി ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ കൃഷിയുള്ള സ്നേഹവും പിന്നെ കസ്റ്റമർ ഡീലിങ്ങും പിന്നെ പ്ലാന്റ്സിൻ്റെ ആയാലും വിലയായാലും ക്വാളിറ്റി ആയാലും എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ ഉള്ളതുപോലെ തന്നെ കൃത്യമായ എല്ലാ അപ്ഡേഷനുകളും നമ്മുടെ ചാനൽ വഴി ഇദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോ ചെയ്തു. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ഒന്ന് പരിചയപ്പെടുത്താം. അതിപ്പോൾ സ്ഥിരം കാണുന്നവർക്ക് ചിലപ്പോൾ അവർ ഒരുപക്ഷെ ചിരിച്ചേക്കാം അല്ലേ? കാരണം സാറിൻ്റെ മുഖമായാലും ഞങ്ങൾ ഈ ചോദ്യമായാലും എല്ലാവർക്കും പരിചയമായിട്ടുണ്ട്. അപ്പോൾ സാർ ഇന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഇന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പ്ലാന്റ് ചെയ്ത് വലുതാക്കിയ പ്ലാന്റുകൾ ഏറ്റവും കൂടുതൽ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ് വെറൈറ്റികളും നമുക്ക് തെങ്ങ് ഉൾപ്പെടെ ധാരാളം വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലോട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് വിളിച്ചത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാഴ്ച നിൽക്കുന്ന നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ, വീഡിയോ അങ്ങോട്ട് തുറന്ന് കാണുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ, അതായത് ഫ്രൂട്ട് ആയിട്ടുള്ള പ്ലാന്റുകൾ. ഓക്കെ, ഈ വീഡിയോ വെറുതെയാണോ ഇല്ലേ എന്ന് നിങ്ങൾ കാണുന്നത് മനസ്സിലാക്കാം. കാരണം നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ മാങ്ങയോടുള്ള വലിയ പ്ലാന്റ്, ചെടികളൊന്നും പറയാൻ പറ്റില്ല, വലിയ മരങ്ങളാണ് സാർ തവണ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വെറൈറ്റിയും കാഴ്ച നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കാഴ്ച നിൽക്കുന്ന വെറൈറ്റികളുടെ അത്രത്തോളം പ്ലാന്റ്സും ആണ് ഈ ഒരു തവണ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിതമായ വിലയിൽ നിങ്ങൾക്ക് വലിയ പ്ലാന്റുകൾ, തൈകളെന്ന് പറയുന്നില്ല, വലിയ മരങ്ങൾ തന്നെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ചെറു തൈകൾ മുതൽ അല്ലേ? അതായത് നമ്മൾ നഴ്സറിയിൽ ചെടികളില്ല, ചെടികൾക്കായിട്ട് വരണ്ട, ചെടികളൊന്നുമില്ല. ഫ്രൂട്ട് പ്ലാന്റിൻ്റെ സ്വദേശിയും വിദേശിയായിട്ടുള്ള ഇന്ന് കിട്ടാവുന്നതല്ല ഏറ്റവും വലുത്, ഏറ്റവും ചെറുതും ഏറ്റവും വലുത് പ്ലാന്റുകൾ മാത്രമാണ് നമ്മുടെ നഴ്സറിയിലുള്ളത്. എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റും ഉണ്ട്. ഓക്കെ സാർ, നമുക്ക് കുറച്ച് വെറൈറ്റികൾ ഒന്ന് കണ്ടാലോ? അതെ, കാണാം. അങ്ങോട്ട് പോയാലോ? ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഡ്രമ്മിൽ നിൽക്കുന്ന വലിയ പ്ലാന്റുകൾ ചോദിച്ച് ഒരുപാട് പേര് നമ്മുടെ ചാനൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു നഴ്സറിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ലേ, ഇതെല്ലാം കാഴ്ച നിൽക്കുന്ന വലിയ മാവുകളാണ്. സാർ ഇപ്പോൾ ഇത് കവറിലാണ് നിൽക്കുന്നത്. ഡ്രമ്മിൽ സെറ്റ് കൊടുക്കാൻ പറ്റുമോ? തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും നമ്മുടെ നഴ്സറിയിൽ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ഏതായാലും നമ്മൾ ആ സ്പോട്ടിൽ എത്തിച്ച് അവരുടെ വീടിന്റെ മുകളിലായാലും മുറ്റത്തായാലും അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ ബാരലിൽ നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് ഉൾപ്പെടെ പ്ലാന്റുമായിട്ട് പോയിട്ട് നമ്മൾ അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ പോട്ടി മിക്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളതിൽ മെയിനായിട്ട് മണ്ണിനോടൊപ്പം ചെമ്മണ്ണിനോടൊപ്പം ചേർക്കുന്ന ഉമിയാണ്. ഉമി, അതിനകത്ത് എല്ലുപൊടി, വേപ്പമുണ്ണാക്ക്, ഇങ്ങനെ ഒരു 7 ഐറ്റം ചേരുവകൾ അതിനകത്ത് ചേരും. അത് ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് ആണ്. എല്ലാം ഫുൾ ഡ്രം ആണെങ്കിൽ ഫുൾ ഡ്രം കൊടുക്കാം, ഹാഫ് ഡ്രം ആണെങ്കിൽ അതുകൊണ്ട്. മാവ് ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ വലുതാവുന്ന പ്ലാന്റുകളെല്ലാം നമുക്ക് ഫുൾ ഡ്രം വെക്കുന്നതാണ് നല്ലത്. 200 ലിറ്ററിന്റെയാണ്. ഇതാകുമ്പോൾ 100 ലിറ്ററാണ്. നമ്മളത് രണ്ടുപേർക്ക് ഈസി ആയിട്ട് തൂക്കി മാറ്റാൻ കണക്കിന് കൈപിടി തയ്യാറാക്കിയ ബാരലാണ് ഈ കാണുന്നത്. ഇതൊരു 20 വർഷത്തോളം കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പോളിമർ പോട്ടും എയർപോൺ പെട്ടെന്ന് ചീത്തയായി പോയി. ഇതാകുമ്പോൾ കേടുകൂടാതെ നമുക്ക് ഇരിക്കും. നമുക്ക് രണ്ടുപേർക്ക് ഈസി ആയിട്ട് തൂക്കി അങ്ങോട്ടും നമ്മുടെ സൗകര്യാർത്ഥം
മാറ്റി വെക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ കാണുന്നതാണ് പോട്ടി മിക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ പോട്ടി മിക്സ്. നോക്കിയാൽ അതിനകത്ത് മെയിനായിട്ട് കാണുന്ന ഉമിയാണ്, കണ്ടായിരുന്നു. വെള്ളം പാർന്ന് പോകാനും വേര് ഈസി ആയിട്ട് മണ്ണിലൂടെ ഓടാനും എയർ സർക്കുലേഷൻ കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഉമി ചേർത്തുണ്ടാക്കുന്നത്. പെട്ടെന്ന് ദ്രവിച്ചു പോകില്ല, മണ്ണ് ചേരില്ല. അതുകൊണ്ട് മണ്ണ് ചെളിയാവാതെ വേരുകൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പടർന്നില്ലടും പോകാനായിട്ടുള്ള. അതെ, ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം? അതെ, ഇത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് അത് കാണിച്ചു തരാം. നമ്മുടെ മരമുന്തിരി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ഇപ്പോൾ ഇതും ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇത് കാച്ചു തുടങ്ങിയ മരമുന്തിരിയാണ്, ജബോട്ടിക്കാബ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. അതിൻ്റെ ഇത് നമ്മളിപ്പോൾ പോട്ടി മിക്സിൽ ഇത് നട്ട് വേറൊരാൾ കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തെല്ലാം കാവുണ്ട്. ഇതിവിടെ നമുക്ക് പ്ലാന്റുകൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് പച്ചയായി ഒരു ചുമന്ന് പഴുത്ത് വരുമ്പോൾ തന്നെ അത് ആൾക്കാർ വരുന്ന കസ്റ്റമറുകൾ പറിച്ചു കളയും. ഇത് വേണ്ട നമ്മളിപ്പോൾ അപ്പുറത്ത് നമ്മുടെ സെയിലിനായിട്ടിരിക്കുന്ന പ്ലാന്റ് അതിൽ കാവുള്ളതാണ്, കാച്ചതാണ്, മരമുന്തിരിയുടെ നല്ല ടേസ്റ്റുള്ളതാണ്. ഇത് നമുക്ക് വീട് മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾ സീസണായിട്ട് കായ്ക്കുന്നതാണ്. നമുക്ക് എപ്പോഴും ഇതിനകത്തുനിന്ന് കായ കിട്ടുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് ഇത്. ഇതിലെല്ലാം കായ നിൽപ്പുണ്ട്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇത് നമുക്ക് ബാരലിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് മരമുന്തിരി. അതേപോലെ ഈ കാണുന്ന അബിയും ഇതെല്ലാം കാച്ച പ്ലാന്റാണ്. നമ്മളത് ബാരലിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും പൊക്കമായി കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ എല്ലാം കാ നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. വരുന്ന കസ്റ്റമർ അവർ വന്ന് സെലക്ട് ചെയ്ത പ്ലാന്റ് നമ്മൾ ബാരലിൽ ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ സാർ, ഇനി ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ച് വസ്തു പാഴ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ എനിക്കൊരു പഴത്തോടെ സെറ്റ് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ ചെയ്യുന്നതിൽ ഒരു പ്രധാന ഒരു ഘടകമാണ്. ഇപ്പോഴല്ല, അത് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളം. ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെയും വാഴ ശൂന്യമായി കിടക്കുന്ന സ്ഥലം 50 സെന്റ് മുതലുള്ളതാണ് ഞങ്ങൾ കൂടുതൽ അത് എടുക്കുന്നത്. കുറച്ചാകുമ്പോൾ നമുക്ക് പണിക്കാരെയും കിറ്റാച്ചി ജാസിബി ആയിട്ട് കൊണ്ടുപോയി അത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കാരണം 50 സെന്റ് കൂടുതലുള്ളവർ പാഴ് ശൂന്യമായി കിടക്കുന്ന എത്ര ഏക്കർ ഉണ്ടെങ്കിലും നമ്മൾ പണിക്കാരുമായിട്ട് പോയിട്ട് അത് ഞാൻ ആദ്യം പോയി സ്ഥലം നോക്കി അത് അവരുടെ ഐഡിയ അനുസരിച്ച് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിപ്ലിക്കേഷൻ വേണമെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന്റെ സംവിധാനങ്ങളെല്ലാം ഞങ്ങൾ തന്നെ അത് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്ഥലം മാത്രം കാണിച്ചാൽ മതി. സ്ഥലം കാണിച്ച് അഡീഷണൽ ചാർജുകളായിട്ടൊന്നും ഈടാക്കുന്നില്ല. അവർ വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് നമ്മൾ പോയി അവിടെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലാന്റ്സിന്റെ വില, ലേബർ, അതേ ഉള്ളൂ. വരുന്ന പണിക്കാരുടെ പൈസ, കിറ്റാച്ചി ജാസിബിയാണ് അതിന്റെ വാടക, വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് അതിന്റെ പൈസ, അത് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. ഓക്കെ സാർ, പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? മെയിൻ്റെനൻസ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർക്ക് ചെയ്യാൻ വേറെ ആളില്ല, നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റേഷനും ഇനി ധൈര്യമായിട്ട് വിളിക്കാം. അതെ, അതിപ്പോൾ നമ്മൾ ഏകദേശം 3 വർഷം കൊണ്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയോട് ദൂരോട്ടോടെ പോകാനായിട്ട് സാധിക്കുന്നില്ല, പണിക്കാരെ കൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചാനൽ വരുന്ന പുതിയ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നേഴ്സ് ചെയ്താലും വീണ്ടും എടുത്ത് പറയുന്നത്. പ്ലാന്റേഷൻ സാധാരണ നിങ്ങൾ ആരെ ഏൽപ്പിച്ചാലും അതിനൊരു ഒരു ചാർജ് അവർ വാങ്ങും. നമുക്ക് അതേ ചാർജ് ഇല്ല. നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്ന അതേ ചാർജ് നമ്മൾ പ്ലാന്റിന് ഈടാക്കുന്നുള്ളൂ, കൂടുതൽ ചാർജ് ഈടാക്കില്ല. ഇവിടെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലാന്റിന്റെ വില പിന്നെ അഡീഷണൽ ആയിട്ട് ഒന്നും വാങ്ങുന്നില്ല. വരുന്ന ലേബറിന്റെ എത്രയാണോ ചാർജ് അതിന്റെ മാത്രം, അല്ലാതെ ബ്രോക്കറേജ് എന്ന് പറയുന്ന പരിപാടി ഇല്ല, അതാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പ്ലാന്റേഷൻ ധൈര്യമായിട്ട് വിളിക്കാം. അപ്പോൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരാം. നിങ്ങളുടെ സൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലേ, ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാൻ സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത്, അതും ഏറ്റവും നല്ല പോട്ടി മിക്സ് ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. ഇത് നോക്കി ഏതാ വെറൈറ്റി കണ്ടോ സാർ? ഏതാ വെറൈറ്റി? ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രിയപ്പെട്ട മാങ്ങ, കോട്ടൂർക്കുടം വരിക്കുക എന്ന് പറയുന്ന മാങ്ങ. ഓക്കെ, ഈ മാങ്ങ എല്ലാം നെയ്യ് നിൽക്കുന്നുണ്ടോ മാവില്? ഇത് ഒരു മാവിൽ എത്ര മാങ്ങ വയ്ക്കണം? ഒരു കുലുക്കുലി കഴിഞ്ഞാൽ എത്ര മാങ്ങ വീഴുന്ന അറിയാമോ? അത്രത്തോളം മാമ്പഴങ്ങളാണ്. ഒരു മാവില് ഒരു 5 കിലോ കൂടുതൽ ഒരു ഒറ്റ മാവിലുണ്ട്. അതെ, ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു 10 ദിവസം കൂടെ ഇത് പഴുത്തു തുടങ്ങി. ഇതിൽ നിന്ന് പഴുത്ത് വരുന്ന ഭാഗമായി ഇന്നലെയൊക്കെ വീണ മാങ്ങയാണ് തൈ ഇരിക്കുന്നത്. ഇതെല്ലാം ഇതിലുള്ള മാങ്ങയാണ് ഈ നമ്മൾ ഈ കട്ടി വെച്ചത്. ഞാനത് കട്ട് ചെയ്ത് കാണിക്കാതെ ഇതാണ് നമ്മുടെ കോട്ടൂർക്കുടം വരിക്കമാവിൻ്റെ എൻ്റെ മാഹാത്മ്യം എന്താണെന്ന് നോക്കി കളർ നോക്കി. തേനൂറ് കണ്ടോ? വേണ്ട ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് പുഴുക്കുത്ത് ഏക്കാത്ത, അതിന്റെ തോല് കട്ടി കൂടുതൽ കാരണം പുഴുക്കുത്ത് അധികം ഏൽക്കാത്ത ഏറ്റവും നല്ല മാവാണ്. ഇന്നുള്ളതിൽ ഏറ്റവും നല്ല മാവ് എന്ന് പറയുന്നത് കോട്ടൂർക്കുടം വരിക്ക മാവ് തന്നെയാണ്. ഇപ്പോൾ ഗ്രോബയിലാണ് കാച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനെ ബാരലിൽ വെച്ചാൽ 100% ഉറപ്പായിട്ട് വീട് മുറ്റത്തോ ടെറസിന്റെ മുകളിലൊക്കെ വെച്ച് നന്നായിട്ട് കാപ്പിക്കാൻ പറ്റും. നല്ലൊരു വെറൈറ്റിയാണ് ഈ കോട്ടൂർക്കുടം. താല്പര്യമുള്ളവർക്കും ആ രീതിയിൽ ഡ്രമ്മിലാക്കി സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ വലിയ കവറുകളിൽ നിന്നിട്ടാണ് ഈ മാമ്പഴങ്ങളോടെ നിൽക്കുന്നത്. തൈയുടെ ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് എടുത്ത് ഹൈറ്റ് ഉള്ള വലിയ മരങ്ങളാണ് നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ കിട്ടുന്നത്. 12-13 അടിയോളം പൊക്കമുണ്ട്. ഓക്കെ, അതെ, ഹൈറ്റ് പറയാം. ഇടയ്ക്കൊക്കെ നിൽക്കുന്നതൊക്കെ നല്ല ധാരാളം എന്റെ ചെറുതും വലുതായിട്ടുള്ള കാച്ചു തുടങ്ങിയ ധാരാളം. ഓക്കെ, ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാമ്പഴങ്ങൾ കാണാം. അത്യാവശ്യം വേണമെങ്കിൽ സാർ കട്ട് ചെയ്ത് തരുകയും ചെയ്യും. മാമ്പഴം ധാരാളം ഉണ്ട്. അതായത് ഇതിൽ നിന്ന് പഴുക്കുന്നതന്നെ നമ്മൾ പറിച്ച് കട്ടി തരും. ഇത് ഇന്നലെയും മെനിങ്ങാന്നിട്ട് പഴുത്ത് തന്നെ ഞങ്ങൾ പറിച്ച് മാറ്റി വെച്ചതാണ്. ഇപ്പൊ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും വരുന്നവർക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനിപ്പോ ഒരു മാക്സിമം ഒരു
ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കാണൂല, അതിന് മുന്നേ ഇത് പഴുത്ത് തീരും. ഓക്കെ വിളഞ്ഞ് എല്ലാം നല്ല വിളഞ്ഞേക്കുക, ഓക്കെ. എല്ലാം വിളഞ്ഞാണ്ട് കളറായി തുടങ്ങി, എല്ലാം നല്ല കളർ. ഇതാണ് ഇവിടുത്തെ തൈയുടെ ഹൈറ്റും വെറൈറ്റി എല്ലാം. നോക്കി. അതെ അതെ, അതാ പറയുന്നത് ഒരു കൊല്ലം എത്ര മാങ്ങയാ. ഇത് നോക്കി, ഇത് കണ്ടോ, വേണ്ട കാണാനുള്ള ഭംഗിയായാലും കഴിക്കാൻ ടേസ്റ്റിലായാലും വേറൊരു മാങ്ങ ഇല്ല. അതെ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വെറൈറ്റിയാണ്. അതിന്റെ നല്ല തൈകൾ, ഏറ്റവും നല്ല തൈകളാണ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്. ഇവിടെ കളക്ഷൻ വരുമ്പോഴേക്കും ഞങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് ആൾക്കാരിലേക്ക് അറിയിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഏറ്റവും നല്ല തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. എത്രയും പെട്ടെന്ന് വിളിക്കുക, വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല തൈകൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൃഷിമിത്രയുടെ ഇതേപോലെ വീഡിയോ ചെയ്തു സാർ, അതിന്റെ റെസ്പോൺസ് ഇവിടെ നല്ല ആൾക്കാർ വന്ന് അത് ഒരു വീഡിയോ ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അതുകൊണ്ട് എടുത്ത് പറയാണ്, വീഡിയോ കാണുന്ന സമയത്ത് എത്രയും വേഗം വിളിച്ച് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് വരിക. അല്ലെങ്കിൽ ആ ഒരു തള്ളിക്കയറ്റം എന്തായാലും ഉണ്ടാവും. കാവളൊക്കെ തീരും. ഓക്കെ. അവിടെ മാവുകളുടെ എത്ര വെറൈറ്റി ഉണ്ടാവും? നമുക്കിവിടെ മാവുകളുടെ പ്രധാനപ്പെട്ട ഏകദേശം 50ഓളം വെറൈറ്റി മാവുണ്ട്. 50ഓളം വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ കായ്ക്കുന്നതാണോ? ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ കായ്ക്കുന്നതാണ്. ഈ കാണുന്നത് നാംഡോക്ക് മായി എന്ന് പറയും. ഇന്നിപ്പോൾ ഉള്ള മാവുകളിൽ, അതായത് തായ്ലാൻഡ് വെറൈറ്റിയിൽ ഏറ്റവും നമ്പർ ഉണ്ടെന്ന് പറയുന്നത് ആൾ സീസണാണ്. ഓക്കെ. ഇതിന്റെ സീഡ് എന്ന് പറയുന്നത് സ്കെയിലിന്റെ അത്ര ഉണ്ടാവുള്ളൂ. മാവ് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. തായ്ലാൻഡ് വെറൈറ്റിയിൽ ഏറ്റവും നല്ല മാവാണ് ഈ നാംഡോക്ക് മായി എന്ന് പറഞ്ഞ മാവ്. അതിന്റെ വലിയ തൈകളല്ലേ ഇതെല്ലാം കാച്ച തൈകളാണ്. കാവുള്ള എല്ലാം തീർന്നതാണ്. നമുക്ക് ഈ വെറൈറ്റി ഇത്രയും പറഞ്ഞല്ലോ, നമുക്ക് പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 150 രൂപ മുതൽ ഈ കാണുന്ന ഏറ്റവും വലിയ തൈകളില്ലേ, 150 രൂപ മുതലാണ് നമുക്ക് മാവിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നാംഡോക്കയുടെ പ്രത്യേകത ഇതാണ്. അതെ, നാംഡോക്കയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഗ്രോ ബാഗിലാണ് ഇരുന്ന് ധാരാളം ഇത് ഇതേപോലെ ഇരുന്ന മാവുകൾ നിറച്ച് കാവളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ പോയി കഴിഞ്ഞു. ഓക്കെ. ഇനി ഇതെല്ലാം കാച്ച പ്ലാനാണ്. ഇതൊക്കെ നമുക്ക് ബാരൽ വേണമെങ്കിലും വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ആൾ സീസൺ വെറൈറ്റി ഏറ്റവും നല്ല മാവ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്, ബഡ് തൈയല്ല. ബഡ് തൈ വേറെ ഉണ്ട്, ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് ആണ്. ഈ നിൽക്കുന്നത് ഇത് കണ്ടില്ലേ, നല്ല ബുഷായിട്ട് നിൽക്കുന്ന നല്ല തൈകളാണ് കേട്ടോ. സ്റ്റോക്ക് സാറിന്റെ പ്രൊഡക്ഷൻ ഏരിയയിൽ സ്റ്റോക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും നല്ല തൈകൾ, ഏറ്റവും നല്ല ബുഷായിട്ടുള്ള നല്ല ക്വാളിറ്റി തൈകൾ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇത് നാംഡോക്കിന്റെ ബഡ് ഉണ്ട്, ഗ്രാഫ്റ്റ് ഉണ്ട്. ഇതിന്റെ ചെറുതും വലുതുണ്ട്. ഇത് ഏകദേശം ഒരു 8 അടിയോളം ഹൈറ്റ്. 8 അടി. അതെ അതെ. ഓക്കെ സാർ, ഇത് ഡ്രമ്മിൽ വെച്ചാൽ നന്നായിട്ട് കായ്ക്കും. പിന്നെ ഡ്രമ്മിലൊക്കെ ഫുൾ ടൈം ഈ ഒരു വളർച്ച കാണിക്കുന്നത്. അടുത്ത വെറൈറ്റി ആണ് സാർ. ഇനി ഇതായിരിക്കുന്നത് ബനാന മാംഗോ എന്ന് പറയും. ബനാന മാംഗോ അത് ഏകദേശം ഒരു മാങ്ങാൻ ഒരു അരയടി 3/4 അടിയോളം നീളം വരും. ഇതായിരിക്കുന്നത് ഇത് ബനാന മാംഗോ ആണ്. അതിൻ്റെ കുറച്ച് നീളം കൂടുതലുള്ളതാണ്. അതും സീഡ് കനം കുറഞ്ഞിട്ട് ചെറുതിലെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു കൊലയിൽ ഒരു 6 എണ്ണം വെച്ച് ഇങ്ങനെ കായ്ക്കും. നല്ലതാണ്. ഇതിന്റെയും ചെറുതും വലുതുമായിട്ടുള്ള തൈകൾ ധാരാളം. 10-11 അടി ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഏകദേശം 10 അടി കൂടുതൽ ഹൈറ്റ് വരും. ഹൈറ്റുള്ള വലിയ മരങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ചെറുതുണ്ട്, ചെറിയ പ്ലാന്റുകളുണ്ട്. നമുക്ക് അങ്ങോട്ട് ധാരാളം ഇരിപ്പുണ്ട്. കാണിക്കാം, ഞാനത് കാണിച്ച് പറയാം. ഓക്കെ. മിയാസാക്കി എന്ന വെറൈറ്റിയുടെ കാര്യം എല്ലാവർക്കും അറിയാം. അതിന്റെ ചെറിയ തൈകൾ നിങ്ങൾ ഒരുപാട് നേഴ്സറി കണ്ടിട്ടുണ്ടോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അതേ ഡ്രമ്മിൽ നിൽക്കുന്ന ഇത്രത്തോളം വലിയ മരം ഇത് കാക്കാറായതാണ്. അതെ, മിയാസാക്കിയുടെ വയലറ്റ് പിങ്ക്. സർ, ഇതിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുത്തു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജപ്പാന്റെ മാവാണ് ഇത്. അതായത് ഇപ്പം മാവിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ വിലയുണ്ടെന്ന് അറിയപ്പെടുന്ന മാവാണ് ഈ മിയാസാക്കി. അതിന്റെ 2 കളറുണ്ട്, റെഡും ഉണ്ട്, നമുക്ക് വയലറ്റും ഉണ്ട്. മിയാസാക്കി നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഇപ്പോൾ വളർന്ന് കായ്ക്കുന്നുണ്ട്. ഇത് ഏകദേശം കായ്ക്കാറായതാണ്. ഓക്കെ. ഇവിടുന്ന് കൊടുത്ത തൈയാണ് ഇവിടെ ഞാൻ നമ്മളെ നഴ്സറിയിൽ നിന്ന് കൊടുത്തത്. ഒരു 1.5 വർഷം മുന്നേ എൻ്റെ വാങ്ങിക്കൊണ്ട് പ്ലാന്റ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാം. ധൈര്യമായിട്ട് 100% വിശ്വസിച്ചു. അതിന്റെ 2 കളർ നമുക്കിപ്പോൾ സ്റ്റോക്ക്. അതിന്റെ സീഡ് നമ്മളൊരു സ്കെയിലിന്റെ അത്ര തിക്നെസ് ഉള്ള ഭയങ്കര ടേസ്റ്റ് ഉള്ള മാങ്ങ. ഞാനും മാങ്ങയിൽ പങ്ക് ഞാനും കഴിച്ചത്, കട്ട് ചെയ്ത് കഴിച്ചതാണ്. ഓക്കെ, ഞാൻ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ മിയാസാക്കിയുടെ 2 വെറൈറ്റിയുടെ നല്ല ക്വാളിറ്റി തൈകൾ അല്ലേ സർ? നമുക്കിവിടെ കായ്ക്കും എന്നുള്ളതിന് 100% ഉറപ്പായി, ഗ്യാരണ്ടിയാണ്. തൈകൾ എന്ന് പറയുന്നില്ല, വലിയ മരങ്ങൾ അല്ലേ, കൊളംബിന്റെ വലിയ മരങ്ങൾ. സർ, കൊളംബിന്റെ പറയുമ്പോഴത്തേക്ക് അത് മാങ്ങ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. വലിപ്പം കൂടുതലുള്ള മാങ്ങയാണ്, ഭയങ്കര ടേസ്റ്റ് ഉള്ള മാങ്ങയാണ്. ഈ ഇരിക്കുന്ന എല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതിന്റെ മാങ്ങയുടെ സീസൺ തീരുന്നതുകൊണ്ട് അതിന്റെ ടൈം കഴിഞ്ഞാൽ മാങ്ങ പറിച്ചു. മാങ്ങയില്ല, അല്ലെങ്കിൽ കാച്ചതാണ് അല്ലേ? ചെറുതുണ്ട് വലുതുണ്ട്, ഇതെല്ലാം കാച്ചു. ഇതിപ്പോ ഒരു 10-13 അടി കൂടുതൽ ഹൈറ്റ് വരും. ഓക്കെ. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും നല്ല രീതിയിൽ കായ്ക്കുന്ന നമുക്കിവിടെ ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ ഇന്ന് കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും വലിയ പ്ലാന്റുകൾ വരെയാണ് നമുക്കിവിടെ സെയിലുള്ളത്. നമുക്ക് ചെടികളില്ലല്ലോ, ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നഴ്സറി. അതുകൊണ്ട് തന്നെ ചെറിയ റേഞ്ച് മുതൽ വലിയ മരങ്ങൾ വരെ എല്ലാ റേഞ്ചിലും ചെറുതും വലുതായിട്ടുള്ള ഏറ്റവും വലുത് ഇന്ന് കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും വലിയ പ്ലാന്റുകളാണ് നമ്മൾ നഴ്സറിയിൽ കൂടുതലുള്ളത്. ഓക്കെ സാർ, ഈ തൈകളെല്ലാം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോഴേക്കും കൃത്യമായിട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ വരുന്ന സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് എത്താൻ നോക്കുക. കാരണം ഇന്ന് ചെയ്തിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നമ്മൾ കാണില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത്രത്തോളം ആൾക്കാർ ഒന്ന് മേടിച്ചിട്ട് പോകാറാണ് പതിവ്. ഇതിൻ്റെ ഹൈറ്റ് ഇതേ കണ്ടില്ലേ, ഏകദേശം ഒരു 12 അടിയൊക്കെ ഹൈറ്റ് വരുന്ന ഇതേ ഇവിടെ നോക്കി, താഴെ നോക്കി, കടവണ്ണം നോക്കി, കണ്ടോ? അല്ല, ഇമാതിരിയുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. എല്ലാം വലിയ പ്ലാന്റ് നോക്കി അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ നമ്മുടെ ധാരാളം ആൾക്കാർ എവിടെ നിന്നല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, തമിഴ്നാട്, കേരളത്തിൽ നിന്നൊക്കെ വളരെ ദൂരം ഒരു ആൾക്കാർ ഈ വലിയ പ്ലാന്റുകൾ എടുക്കാൻ വേണ്ടി നോക്കി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് കൊളംബിന്റെ കാര്യം. ഇതിന്റെ ചെറിയ തൈകൾ മുതൽ വലിയ മരങ്ങൾ വരെ കൂടുതൽ വലിയ പ്ലാന്റ് വയ്ക്കുന്നത് ഈ വീട് വെച്ച് വിൽക്കുന്ന ടീമുകളുണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നവരുണ്ട്. അതെ, പുതിയ വീട് വെച്ച് പാല് കാച്ചുന്നതിന് മുന്നേ കായോടുകൂടിയുള്ള പ്ലാന്റുകൾ വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വളരെ ദൂരം നിന്ന് വരുന്നത്
ധാരാളം പ്ലാന്റുകൾ നമ്മൾ നഴ്സറിയിൽ എടുത്തിട്ട് പോകുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ഏതാ? ഇത് ഈ കാണുന്നത് ആപ്പിൾ റൊമേനിയ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇത് മാങ്ങയിൽ നല്ല നമ്മൾ ആപ്പിൾ പോലെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പടം കണ്ടാൽ അറിയാം. ആപ്പിളിൻ്റെ ഏകദേശം ഒരു ഷേപ്പിൽ ഭയങ്കര രസമുള്ളൊരു മാവാണ് ആപ്പിൾ റൊമേനിയ മാങ്കോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്ന R2 എന്ന് പറയുമ്പോൾ ഒരു മാങ്ങ ഏകദേശം 1 കിലോളം വലിപ്പമുള്ളൊരു മാങ്ങയാണ്. ഒരു കൊലയിൽ 2 എണ്ണം കായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500, 600, 700 ഗ്രാം ഒരു മാങ്ങയ്ക്ക് തൂക്കം വരും. ഒരു മാങ്ങ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മളൊരു പ്ലേറ്റ് ഫുള്ള് കട്ടും ചുവപ്പ് നിറത്തിലുള്ള നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് ഈ R2 എന്ന് പറയുന്നത്. നമുക്ക് വീട് മുറ്റത്തൊക്കെ നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ R2 മാവ്. അതിന്റെ ഒരുപാട് തൈകളുണ്ട്. അതിന്റെ ചെറുതും വലുതായിട്ടുള്ള ധാരാളം സ്റ്റോക്ക് ഇരിപ്പുണ്ട്. നമ്മൾ വേറിൽ വെച്ചതാണ്. വേറിൽ സർ, ഇത് മദർ പ്ലാന്റ് ആണോ സെയിലിനാണോ? ഇല്ല, ഇത് സെയിലിനല്ല, നമ്മൾ കാണാൻ വേണ്ടി ചെറിയ പ്ലാന്റ് ഇടയ്ക്ക് നമ്മൾ ഇത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാത്തിന്റെ ഓരോ വെറൈറ്റികളെ വലിയ പ്ലാന്റുകൾ, കാച്ചുടങ്ങിയ പ്ലാന്റുകൾ നമ്മൾ ചെറിയ പ്ലാന്റ് ഇരിക്കുന്നതിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കസ്റ്റമർ ഇഷ്ടപ്പെട്ടു വന്നു കഴിഞ്ഞാൽ കൊടുക്കും. അത് മാത്രമല്ല, അവർ സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ നമ്മൾ കൊണ്ട് അവരെ വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഇതിങ്ങനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ പാടാണ്. അതുകൊണ്ട് അവർ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് നമ്മൾ ബാരലിൽ പോട്ട് മിക്സ് ഉൾപ്പെടെ കൊണ്ട് അവരെ വീടിന്റെ മുറ്റത്ത് ടെറസിന്റെ മുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതെ, ട്രിവാൻഡ്രം ജില്ലയിൽ എവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. തിരുവനന്തപുരം ജില്ലയിലും അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ എവിടെ നിന്നാലും വിളിച്ചാൽ മതി. അത് എന്താ എല്ലാ കാര്യങ്ങളും വിളിച്ചാൽ നമ്മൾ അത് കൊണ്ടിപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല. അവർ വന്ന് പ്ലാന്റ് സെലക്ട് ചെയ്യണം നോക്കിയിട്ട്. വിലയും പ്ലാന്റ് നമ്മൾ കൊണ്ടുപോകില്ല. അവർ ഫോണിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യും. നെഗറ്റീവ് വന്നിട്ടുണ്ട് സാർ? അല്ല, അത് നമുക്കത് താല്പര്യമില്ല. അങ്ങനെ അവരൊന്നും ഇഷ്ടത്തിന്. അതെ, അത് നമ്മളവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് വില കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ പ്ലാന്റ് ചെറുതായി പോയെന്നോ വലുതായി പോയെന്നൊക്കെ ഉള്ള നമ്മൾ ഈ മൊബൈൽ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സെയിൽ നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ വന്ന് നോക്കി സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ അത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ. അവരെ ഇഷ്ടാനുസരണം നമ്മൾ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും പ്ലാന്റേഷൻ ഉണ്ട് നമുക്ക്? ഉണ്ട്. പ്ലാന്റേഷൻ ധാരാളം ചെയ്യുന്നുണ്ട്. ധാരാളം ഇഷ്ടംപോലെ വർക്കുണ്ട്. നമുക്ക് എല്ലായിടും പോയി എത്തിപ്പെടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വർക്കുണ്ട്. തൈകൾ വന്ന് നേരിട്ട് സെലക്ട് ചെയ്ത് തൈ, ബാരൽ, അതിന്റെ ബാക്കി കാര്യങ്ങൾ ഏതാണ് പ്ലാന്റ് അവർക്ക് ആവശ്യം അത് അവർ നേരിട്ട് വന്ന് സെലക്ട് ചെയ്താൽ അത് നമ്മൾ അവിടെ കൊണ്ട് നമ്മുടെ വണ്ടിയിൽ കൊടുക്കും. ഈ കാണുന്നതാണ് ചില്ലി മാംഗോ. അതായത് അമേരിക്കൻ്റെയാണ്. നമ്മുടെ ബജിമുളക് പോലെ ഭയങ്കര ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി മാവാണ് ഈ ചില്ലി മാംഗോ എന്ന് പറയുന്നത്. അതിൻ്റെയും കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. അതിൻ്റെ ചെറുതും വലുതോട്ടുള്ള പ്ലാന്റുകൾ ഇവിടെ ധാരാളം നമുക്ക് ഇരിപ്പുണ്ട്. ഈ കാണുന്നത് മൂവാണ്ടൻ മാവിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. വലിയ പ്ലാന്റും ഉണ്ട്. ഇത് ചെറുതാണ്, ചെറിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതായിരിക്കുന്നത് ഇത് മാംഗോ കോസരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. കോസരി എന്ന് പറഞ്ഞ വെറൈറ്റി മാവാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഇരിക്കുന്നത് ഇത് ഹിമവസന്ത് എന്ന് പറഞ്ഞ മാവാണ്. ഇതെല്ലാം ടാഗ് ചെയ്ത് പ്രത്യേകം തരംതിരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഹിമവസന്ത് എന്ന് പറഞ്ഞൊരു മാവാണ്. ഇതും നമുക്ക് മാങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി മാവാണ് ഈ ഹിമവസന്ത്. ഈ കാണുന്നത് ടോട്ടാപുരി എന്ന് പറഞ്ഞൊരു മാവാണ്. ഇത് ഈ കാണുന്നത് ടോട്ടാപുരി എന്ന് പറഞ്ഞൊരു, അതും മാമ്പഴത്തിന് ഏറ്റവും നല്ലൊരു വെറൈറ്റി മാവാണ് ടോട്ടാപുരി എന്ന് പറഞ്ഞത് ഈ മാവ്. ഇതാണ്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് ബ്ലാക്ക് മാംഗോയുടെ പ്രത്യേകത പറയുമ്പോഴത്തേക്കും മാങ്ങയുടെ പുറം കറുപ്പായിരിക്കും, ആകെ നല്ല റെഡ് കളറുള്ളതും മാവിൻ്റെ തളിരല നല്ല കാപ്പിപ്പൊടി കളറുന്നൊരു കറുത്ത കളറിലുള്ള ചെടി പോലെ നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ വച്ച് കഴിഞ്ഞാലേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ തളിരില കാണാനായിട്ട് ഇത്തരത്തിലൊരു നല്ല ഭംഗിയായിരിക്കും. എല്ലാ കൊണ്ടകളിലും ഈ കറുത്ത തിളിരിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഈ കാണുന്നത് നമ്മുടെ ബനാന മാംഗോയുടെ പിങ്ക് വെറൈറ്റി പെടുന്ന മാവാണ്. അതിൻ്റെ ബാരലിൽ വെച്ച പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചെറുതും വലുതോട്ടുള്ള പ്ലാന്റുകൾ ധാരാളം അങ്ങോട്ട് ഇരിപ്പുണ്ട്. അതൊന്ന് ഞാൻ കാണിച്ച് പറയാം. ഈ കാണുന്നത് ജാക്ക് സിന്ദൂരം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് റെഡ് ഐവറി മാംഗോ. ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. മാങ്ങ വലിപ്പം കൂടുതലുള്ളത്. ഏകദേശം ഒരു മാങ്ങ 1 കിലോളം വലിപ്പം വരും. റെഡ് ഐവറി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. എൻ്റെ ഇത് കണ്ടായിരുന്നു മാങ്ങയുടെ ഭയങ്കര രസമുള്ള നല്ലൊരു വെറൈറ്റി മാവാണ്. അതെ, ഇതിൻ്റെ ചെറുതും വലുതോട്ടുള്ള പ്ലാന്റ് ഉണ്ട്. ഇതൊരു ഏകദേശം ഒരു 8-9 അടിയോളം പൊക്കമുള്ള ടൈപ്പാണ് റെഡ് ഐവറി മാങ്ങ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ല. അതെ, ഉണ്ട്, ധാരാളം ഉണ്ട്. അതിൻ്റെ ചെറുതും വലുതോട്ടുള്ള ധാരാളം തൈരുണ്ട്. അങ്ങോട്ടേക്കുന്ന എല്ലാ ആ വെറൈറ്റി പെടുന്ന തൈകളാണ്. ഈ കാണുന്നതൊക്കെ നമ്മൾ കോട്ടൂർക്കുളം വരിക്കയുടെ ചെറിയ തൈകളാണ്, ചെറിയ പ്ലാന്റുകളാണ്. ഈ ഉണ്ട്. മാവിൻ്റെ ധാരാളം കളക്ഷൻ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറേ കണ്ടു. ഇനി ബാക്കി അങ്ങോട്ട് കുറച്ചുകൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തും. ഇത് നമ്മൾ ബാരലിൽ വെച്ച കോട്ടൂർക്കുളം വരിക്കുമ്പോൾ ഇതിൽ ഏകദേശം ഒരു 10-20ഓളം മാങ്ങ തന്നെയാണ്. വരുന്ന ആൾക്കാർ തന്നെ ഓരോന്ന് പറിച്ചിട്ട് പോകും. വളഞ്ഞു. ഇതിൽ പലതും പഴുത്ത് പറിച്ചതാണ് നമ്മൾ. ഈ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നടുന്ന മാവിൽ ഒരെണ്ണം കലപ്പാടിയായിരിക്കും, ഒരെണ്ണം കോട്ടക്കുളം വരികയായിരിക്കും. അത്രയ്ക്ക് നല്ല മാവാണ് കലപ്പാടി മാവ്. അതേപോലെ തന്നെ കോട്ടക്കുളം വരിക നമ്മൾ നേരത്തെ പറഞ്ഞ മാവ്. ഈ കാണുന്ന തായ്ലാൻഡ് വെറൈറ്റിയിലെ ആൾസീസം മാവാണ്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് എപ്പോഴും കായ്ക്കുന്നതാണ്. ചെറുതിലേ നിന്ന് കായ്ക്കും. ഇത് ഒരുപാട് വലുതാവില്ല. മാവ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് നിന്നിങ്ങനെ ചെറുതിലേ കായ്ക്കുന്നൊരു മാവാണ്. ഈ നിൽക്കുന്നത് തായ്ലാൻഡ് വെറൈറ്റി പെടുന്നൊരു മാവാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം എല്ലായിടവും കാണാൻ കഴിയുമായിരുന്നു ഈ വെള്ളരി മാവ്. അച്ചാറിന് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കാണാനില്ല. അതിൻ്റെ വലിയ പ്ലാന്റാണ്. ഇതിൽ നിറച്ച് ഒരു 19ഓളം മാങ്ങ കാച്ചു തന്ന മാവാണ്. ഇപ്പോൾ സീസൺ തീരാറായപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് എന്തായാലും ഒരു 1-2 മാങ്ങ നിൽപ്പുണ്ട്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ബഡ് തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. വെള്ളരി മാവ് അച്ചാറിന് ഏറ്റവും നല്ലതാണ്. ചക്ക കാച്ചു നിൽക്കുന്ന വലിയ പ്ലാന്റുകൾ വേണോ? നേരെ ഗ്രീൻസിലേക്ക് വന്നാൽ മതി. ഇത് കണ്ടില്ലേ,
പുതിയ സെക്ഷനിൽ ആവശ്യത്തിന് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റോക്ക് ചെയ്യുന്ന ആടില് നമുക്ക് ചക്ക കാച്ചിയുടെ പ്ലാന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇപ്പോഴും ഉണ്ട്. അതെ, ഇത് നമുക്ക് എപ്പോഴും കൊടുക്കാം. ഇതിരിക്കില്ലല്ലോ, ഇന്നിപ്പോ വെച്ചത് ഇപ്പൊ നാളെ ഇതൊന്നും കാണൂല. അതെ അതെ, ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാച്ച പ്ലാന്റുകൾ ഇവിടെ ധാരാളമുണ്ട്. ഓക്കെ സർ, ഈ ഒരു വെറൈറ്റി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചക്ക കിട്ടുന്നത് ശരിയാണ്? ഇത് ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും ചക്ക കിട്ടുന്ന വിയന്ന സൂപ്പർ കളി പ്ലാവ്. ഇതിന്റെ ഈ കാണുന്ന തൈകളാണ് നമ്മൾ 35 രൂപയ്ക്ക് നമ്മുടെ നഴ്സറിയിൽ നേരത്തെ 30 രൂപയായിരുന്നു, ഇതിപ്പോൾ 35 രൂപയാണ്. 5 രൂപ വ്യത്യാസം അല്ലേ? ഇതിപ്പോൾ 5 രൂപ കൂട്ടി നമ്മൾ 35 രൂപ, ഏറ്റവും ചെറിയത് 35 രൂപ. പക്ഷേ തൈകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ്, നല്ല ക്വാളിറ്റി. നമ്മൾ ബഡ് ചെയ്യുന്നതാണ് നമുക്ക് ഈ വിലയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത്. ഇത് ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല ഈ വിലയ്ക്ക്. നമുക്ക് ഇപ്പോൾ നഴ്സറിക്ക് നമ്മൾ ആയിരക്കണക്കിന് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. തൃശ്ശൂരൊക്കെ വലിയ നഴ്സറികളിൽ ഉണ്ടാക്കുന്നത് എത്ര തൈ വേണമെങ്കിലും കൊടുക്കാം, എത്ര തൈ വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ധാരാളം തരാം. മുൻപ് ഈ പ്രൊമോഷനായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തപ്പോഴേക്കും സാറിനായാലും എനിക്കായാലും നല്ല രീതിയിലുള്ള അല്ലേ കോളുകളും ഇപ്പൊ അവർക്ക് വേറെ വഴിയില്ലാതെ പണ്ട് തൃശ്ശൂർ വലിയൊരു നഴ്സറിയിൽ 500-600 രൂപയ്ക്ക്, പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, എനിക്ക് ഒരേ സാറിന് 500-600 രൂപയ്ക്ക് കുറച്ചുകൂടെ വലിയ കവറിലാക്കി വിറ്റുകൊണ്ടിരുന്നത്. ഇതേ സെയിം തന്നെയാണ്. ഇതിപ്പോ 35 രൂപയ്ക്ക് ഞാൻ ബഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൊടുക്കാം. നമ്മുടെ ആ ഒരു വീഡിയോ വന്നതോടുകൂടി അതെ അതെ, ഇതിന്റെ ചെറുതും വലുതായിട്ട് പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറിയിൽ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ വില എപ്പോൾ വന്നാലും കിട്ടും. നമ്മൾ തുടക്കകാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് ഒരു കുറവ് വന്നിട്ടില്ല, ധാരാളം ഉണ്ട്. അതെ, ഒരുപാട് പേര് പറഞ്ഞു ഈ ഒരു പ്രൊമോഷനാണ് ഉടനെ തീരുമെന്ന്. ഇപ്പോഴും ഉണ്ട്. തുടങ്ങിയ ആ സമയത്ത് അന്ന് 30 ആയിരുന്നു, ഇപ്പോൾ 35 രൂപ, 5 രൂപ വ്യത്യാസമുണ്ട്. നമ്മൾ തുടങ്ങിയെന്നുണ്ടെങ്കിൽ എത്ര വർഷമായി സാർ? ഏകദേശം ഒരു 1.5-2 വർഷത്തോളമായി. ആ സമയം തൊട്ട് നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത്, ഇപ്പോൾ 35 രൂപ. ഓക്കെ, അപ്പോൾ അതിന്റെ ചെറിയ തൈകൾ മുതൽ ചക്കയോടെ നിൽക്കുന്ന ഇതല്ല ഇതിന്റെ വലിയ പ്ലാന്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ വലിപ്പമുള്ളതുണ്ട്. ഇതിപ്പോ ഒരു 7-8 അടി പൊക്കമില്ലേ ഇത്? ഉറപ്പായിട്ടും ഇതെല്ലാം 7 അടിയോളം പൊക്കമില്ലേ? ഇതെല്ലാം എന്റെ വിയന്ന സൂപ്പറുകളുടെ വലിയ പ്ലാന്റുകളാണ്. കുറച്ച് വലിയ കവറിലിരിക്കുന്ന പ്ലാന്റുകൾ ഇതിലും വലുതുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ വലിയ പ്ലാന്റ് നേരെ വന്നാൽ മതി, എത്ര വേണമെങ്കിലും കൊടുക്കാം ആവശ്യം. സാർ ഡ്രമ്മിൽ നന്നായിട്ട് കായ്ക്കും. ഇതാണ് നമുക്ക് ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വിയന്ന സൂപ്പറുകൾ മാത്രമേ നമുക്ക് ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റുള്ളൂ, മറ്റൊന്നും ഡ്രമ്മിൽ കായ്ക്കില്ല. അത് സമയം എടുക്കും, അത് വർഷത്തിൽ ഒരിക്കലും കായ്ക്കും. ഇപ്പോഴും ആവശ്യക്കാർ ഇതിന്റെ പുറകെ നടക്കുന്നത് ഇഷ്ടംപോലെ. അതായത് എല്ലാ സമയത്തും ഒരു 3, 4, 5 പ്ലാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് ചക്ക പറിച്ച് കഴിക്കാൻ പറ്റും. ഓക്കെ സാർ, ഇനി ചുവന്ന ചക്കയുടെ കാര്യങ്ങൾ ഈ കാണുന്ന തായ്ലാൻഡ് റെഡ്, ഇത് ചുവപ്പ് ചക്കയിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ചക്കയാണ്. ഇതായി കാണുന്നതാണ്, ഇത് കണ്ടില്ലേ, ഇത് തായ്ലാൻഡ് റെഡ് എന്ന് പറഞ്ഞിട്ട് റെഡ് ചക്കയാണ്. നല്ല ചുവപ്പ് അല്ലേ? അതെ, ഫുള്ള് നല്ല ചുവപ്പാണ്, ചെമ്പരത്തി പോലെ ചുവപ്പ്. അതിന്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. തൈകളുടെ ഇതിലും വലുത് ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ കിട്ടുന്നില്ല, അത്ര നല്ല ചിലവുള്ള. ഇതിന്റെ ഏറ്റവും ചെറിയത് 50 രൂപയാണ്. ഇതായിരിപ്പുണ്ട്. ഇതിന്റെയും ധാരാളം തൈ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് ഈ ടൈപ്പാണ്, 50 രൂപയാണ്. ഇത് തായ്ലാൻഡ് റെഡിന്റെ ചെറിയതാണ് 50 രൂപ. 50 രൂപയ്ക്ക് അല്ലേ? 50 രൂപ. ഇതിന്റെ വലുതുണ്ട്, ഇനി 250 350, പല റേഞ്ചിലും ഉണ്ട്. തൈയുടെ സൈസ് അനുസരിച്ച് വില പരിപാലിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് നോക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ, ഇപ്പോൾ ചെറിയ രീതിയിൽ വില വ്യത്യാസം ഉണ്ടായില്ല, അത് എന്തുകൊണ്ട്? പ്രൊഡക്ഷൻ എന്തെങ്കിലും? അല്ല, ഇത് നമുക്ക് മറ്റേ വിയന്ന സൂപ്പറുകൾ പ്ലാവില്ല, അത്ര പെട്ടെന്ന് വളർന്ന് കിട്ടില്ല. അത്രയും പെട്ടെന്ന് നമ്മളൊരു 100 എണ്ണം ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50-60 ബഡായി കിട്ടുള്ളൂ. അങ്ങനെ നേരത്തെ 40 രൂപ കൊടുത്തോണ്ടിരുന്നത്. അതല്ല, വിയന്ന സൂപ്പറുകൾ 30, ഇത് 35 കൊടുത്തോണ്ട്, അത് 35-50 ആക്കി. നമ്മുടെ പ്രൊഡക്ഷന്റെ കിട്ടുന്നില്ല, ചെലവ് കൂടുതൽ, ബഡായി കിട്ടുന്നില്ല. റെഡ് വിയന്ന കിട്ടുമ്പോൾ അത്രയും കിട്ടില്ല, അതുകൊണ്ടാണ്. അതിന്റെ ഇനി ഇതിന്റെ എല്ലാം ഈ കാണുന്നതിന്റെ ചെറിയ പ്ലാന്റുകൾ ധാരാളം ഇരിപ്പുണ്ട്. ഇതെല്ലാം വലിയ മരം പോലെ ആയതാ. ഇതൊക്കെ നട്ടൊരു 8 മാസം ആകുമ്പോഴത്തേക്ക് ഇത് കാച്ചു തുടങ്ങും. പുതുതായിട്ട് സാർ പറഞ്ഞതുപോലെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതല്ലേ, നല്ല ടേസ്റ്റ് ഉള്ള ചക്കകളിൽ പെടുന്ന ഒരു വെറൈറ്റിയാണിത്. നമ്മുടെ നഴ്സറിയിൽ പ്ലാവിന്റെ ഏകദേശം ഒരു 40ഓളം വെറൈറ്റി പ്ലാവ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നത് ഇബിയാർക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതായത് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ പ്ലാവിൽ പെടുന്നതാണ്. ഫിലിപ്പീൻസിൻ്റെയാണ്. അതിൻ്റെ ഇല കാണും പറയാം, ഇല ഇത്രയും വലിപ്പം കണ്ടോ, ഇതിനേക്കാളും വലിപ്പത്തിൽ വരും. അതായത് ഒരു ചക്ക 30 കിലോ കൂടുതൽ വലിപ്പം വരും. ടേസ്റ്റിലും വലിപ്പത്തിലും ഏറ്റവും ടോപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാവാണ് ഈ ഇവിയാർക്ക് എന്ന് പറയുന്ന പ്ലാവ്. അതിൻ്റെ വലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിലും വലുതുണ്ട്, 10 അടിയോളം പൊക്കമുള്ള ഇവിയാർക്കിൻ്റെ പ്ലാന്റ് അതിനിപ്പുണ്ട്. ഇതിൽ ചെറുതുണ്ട്, അതിൻ്റെ ചെറിയ പ്ലാന്റുകളും ഉണ്ട്. അതുപോയിട്ട് നമ്മുടെ നഴ്സറിയിലെ പ്രധാനപ്പെട്ട കുറേ പ്ലാവിൻ്റെ വെറൈറ്റികളുണ്ട്. അതിൻ്റെ ഈ ഫ്ലക്സ് ബോർഡാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യം കാണുന്നത് തായ്ലാൻഡ് റെഡ്, രണ്ടാമതാണ് ജയതേട്ടത്തിരി. അതും ചക്കയിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി പെടുന്ന, നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്ലാവിൽ പെടുന്നതാണ് ഈ ജയതേട്ടത്തിരി എന്ന പ്ലാവ്. അത് തൊട്ട് താഴെ കാണുന്നത് വിയന്ന സൂപ്പർ അർലി, അതിൻ്റെ താഴെ കാണുന്നത് ഇവിയാർക്ക് ജാക്ക് എന്ന് പറയും. അതിൻ്റെ താഴെ ഏറ്റവും ലാസ്റ്റ് കാണുന്നത് സിദ്ധു ജാക്ക്. ഈ 5 വെറൈറ്റിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെറൈറ്റി പെടുന്ന പ്ലാവാണ് ഈ ഫ്ലക്സിൽ കാണുന്ന 5 വെറൈറ്റി. നമുക്ക് പ്ലാവിൻ്റെ ധാരാളം വെറൈറ്റി ഉള്ളു. അതിൻ്റെ കൂഴ സാധാരണ ഇപ്പോൾ ഇവിടെ കാണാറില്ല, എന്നാലും കൂഴ വരിക്കേക്കാൾ ടേസ്റ്റുള്ള കൂഴ ചക്കയുണ്ട്. ചുങ്കപ്പുര എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ തൈകളും നമ്മുടെ നഴ്സറിയിൽ ഇരിപ്പുണ്ട്. ചെറുതും വലുതായിട്ടുള്ള പ്ലാവിൻ്റെ തൈകളാണ് ഈ കാണുന്നത്.
ഇത് ഈ കാണുന്നത് പ്ലാവിൻ്റെ നങ്കടാക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതൊരു 3-4 കിലോ വലിപ്പമേ ഉണ്ടാവുള്ളൂ. നങ്കടാക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് 10 മുട്ട എന്ന് പറയുന്ന വെറൈറ്റി. ഇത് പിന്നെ ഓറഞ്ച് ആക്ക് എന്ന് പറയും, കംബോഡിയൻ ഓറഞ്ച് ആക്ക് എന്നൊരു വെറൈറ്റിയാണ്. ഇത് ഈ കാണുന്ന J33 കുറച്ച് മീഡിയം ടൈപ്പ് പ്ലാവാണ്. ഇതിൻ്റെ ചെറുതും വലുതുണ്ട്. വലിയ പ്ലാന്റ് അപ്പുറത്തിരിപ്പുണ്ട്, അത് ഞാൻ കാണിച്ച് പറയാം. ഈ ഇരിക്കുന്ന എല്ലാം J33 പെടുന്ന വെറൈറ്റി പെടുന്ന പ്ലാവുകളാണ് ഈ കാണുന്നത്. ഈ മാംഗോസിൻ്റെ ഈ കാണുന്നതെല്ലാം ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതെല്ലാം ഗ്രാഫ്റ്റ് തൈയാണ്. കണ്ടത് ഇതെല്ലാം ചെറുതിലെ കായ്ക്കുന്നതാണ്. സാധാരണ ചെറിയ ഇതായിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 7-8 വർഷങ്ങൾ എടുക്കാതെ കായ്ക്കില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കായ്ക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം കൊട്ട ഗ്രാഫ്റ്റ് തൈയാണ്. അത് ഗ്രാഫ്റ്റ് അല്ല, അതല്ലാതെ ഉള്ള വിത്ത് മുളച്ച തൈകളാണ്. അതിൻ്റെ ചെറിയ തൈകളാണ് ആ കാണുന്നത്. ഈ കാണുന്നതെല്ലാം ഈ പോർഷനിൽ ഇരിക്കുന്നതെല്ലാം മാംഗോസിൻ്റെ വലുതും ചെറുതായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിൽ കാച്ചു തുടങ്ങിയ ധാരാളം പ്ലാന്റുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ കാണുന്നതെല്ലാം നമുക്ക് നിറച്ച് വേണ്ട എല്ലാ മാംഗോസും കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം വേണ്ട മാംഗോസിൻ്റെ ഇത് കാച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അതിശയമുള്ളൊരു കാര്യം തന്നെയാണ്. ഇതെല്ലാം വേണ്ട നിറച്ച് കായായിട്ട് നിൽക്കുന്ന മാംഗോസിൻ്റെ കാച്ച പ്ലാന്റുകളാണ്. ഈ കാണുന്നതെല്ലാം നിറച്ച് കായായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. നമ്മുടെ നഴ്സറിയിലെ പ്ലാന്റുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ സീഡ്ലെസ് നാരകം. ഇത് വിദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഒരു നാരകമാണ്. ഇത് നമുക്ക് ബാരലിൽ വേണമെങ്കിലും വെച്ച് കായ്പ്പിക്കാം. ബാരലിൽ നമ്മൾ നട്ട് കാച്ചു നിൽക്കുന്ന ഒരു നാരകമാണ്. ഇതിലിത് കൊണ്ടയിൽ താങ്ങാൻ പറ്റാതെ നമ്മൾ നൂല് കെട്ടിയാണ് വിട്ടേക്കുന്നത്. കെട്ടിയാണ് അതിനെ നോക്കി വിട്ടേക്കുന്നത്. അത്രത്തോളം എത്ര കാവുണ്ടെന്ന് നോക്കി. ഒരു സീഡ്ലെസ് നാരകം ബാരലിൽ നിൽക്കുന്ന ഒരു സീഡ്ലെസ് നാരകം കാച്ചു നിൽക്കുന്നതാണ്. ഇതിൽ നിൽക്കുന്ന കാവൊന്ന് എണ്ണി നോക്കി എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി. ആ കമ്പനിയെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് വളഞ്ഞ് എന്നിട്ട് നമ്മൾ നൂലുകൊണ്ട് കെട്ടിയിട്ട് നിൽക്കാൻ പറ്റില്ല. അത്രത്തോളം ഒരു മുട്ടിൽ കാച്ചു നിൽക്കുന്നതാണ്. അത് കുരുവില്ലാത്തതാണ്. സാധാരണ പ്ലാന്റ് അല്ലേ? അതെ, ഇത് ഒരു ഒറ്റ പ്ലാന്റ്. സാധാരണ നാരങ്ങ നമുക്ക് കാർബൈഡ് വെച്ച് പഴിപ്പിച്ചതേ കിട്ടുള്ളൂ. നമുക്ക് ഈ സീസൺ ഇല്ലാത്തപ്പോഴത്തേക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ആൾ സീസണാണ്, എല്ലാ സമയത്തും കിട്ടും. നമുക്ക് തോലും കൂടെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാൻ ഏറ്റവും മണവുമാണ്, ടേസ്റ്റാണ്. നമ്മൾ ഇതൊരു നാരങ്ങ നമ്മൾ മിക്സിയിൽ ജ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ മൊത്തം മണമായിരിക്കും. അത്രയ്ക്ക് നല്ല പാല് പോലെ വെള്ള കളറിൽ കിട്ടുന്ന ഒരു ജ്യൂസാണ്. ലൈം ജ്യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അതിനകത്ത് സീഡില്ല. ഇതാണ് വേണ്ട എന്നെ അതിനകത്ത് ആ തോലും കൂടെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ സീഡ്ലെസ് നാരകം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുകളിലോ മുറ്റത്തൊക്കെ വീടിൻ്റെ ഏതെങ്കിലും കോണുകളിൽ നമുക്ക് ബാരലിൽ വെച്ച് കായ്പ്പിക്കാം. ആൾ സീസണാണ്. അച്ചാറിന് ഉപയോഗിക്കാം, നമുക്ക് പിന്നെ ജ്യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഈ സീഡ്ലെസ് നാരകം. ഇതെല്ലാം സെയിലിനുള്ളതാണ്. ഈ കാണുന്നതെല്ലാം നമുക്ക് ഈ പോർഷനിൽ കാണുന്നത് ഏകദേശം ഇപ്പോൾ ഒരു 10-200 പ്ലാന്റ് ഇരിപ്പുണ്ട്. ഇതെല്ലാം സീഡ്ലെസ് നാരകത്തിൻ്റെ പ്ലാന്റുകളാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് നമുക്ക്. കുഞ്ഞു പ്ലാന്റ് മുതൽ വലിയ പ്ലാന്റ് ഉണ്ട്. അത് നമുക്ക് സാധാരണ കുരുവുള്ള നമ്മളെ സാധാ ലൈമില്ലേ, അതിൻ്റെ കാച്ച പ്ലാന്റുകൾ അത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് ഈ കാച്ചിരിക്കുന്നതല്ല നമ്മളെ സാധാ നമ്മൾ ജ്യൂസിന് ലൈം ജ്യൂസ് നാരങ്ങയാണ് സാധാരണ വാങ്ങുന്നത്. അതെ, അതിൽ ഒരു മുടിൽ തന്നെ ഇതിൽ കാച്ചിരിക്കുന്നതൊക്കെ ഇതിലും ധാരാളമുണ്ട്. ഇതിൻ്റെ കാച്ച പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളമുണ്ട്. ഇതെല്ലാം നമ്മുടെ സാധാ നാരങ്ങയാണ്. ഇത് ഈ കാണുന്നില്ല. ഇത് നമുക്ക് ഇതിനകത്ത് സീഡുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് നമുക്ക് നമ്മളെ സാധാരണ കിട്ടുന്നുണ്ട്. ഇത് സീസണിൽ മാത്രമേ കിട്ടുള്ളൂ, സീസണില്ലാത്തപ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് സീഡുണ്ട്. ഇത് സീഡുള്ളതാണ്. ഇത് ഏകദേശം വളഞ്ഞ് പാകമായതാണ്. വേണ്ട നല്ല നീരുള്ള. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ജ്യൂസ് അതിലുണ്ട്. ഇരട്ടി ജ്യൂസ് ഉണ്ട്. അതിൻ്റെ ഗുണം വേറെ, ഇതിൻ്റെ ഗുണം വേറെ. അത് ഭയങ്കര ടേസ്റ്റാണ്, മണമാണ്. അത് ആൾ സീസണാണ്, എല്ലാ സമയത്തും കായ്ക്കും. ഇത് സീസണിലേ കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ഗുണമുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ഗുണമുണ്ട്. കാണുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം അത് കണ്ടാൽ തിരിച്ചറിയാം. സാർ, ഇപ്പോൾ ഈ കായോടെ നിൽക്കുന്ന ഇതും ഈ സെക്ഷനിൽ എല്ലാം കൊടുക്കാനാണ്? ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി ചെയ്യണം. ഇതേപോലുള്ള പ്ലാന്റുകൾ ധാരാളം നമ്മൾ അപ്പുറത്ത് ഗോഡൗണിൽ ധാരാളം ഉണ്ട്. നമ്മൾ ആ തൈകൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതിൻ്റെ എല്ലാം വലിയ നമുക്കിവിടെ അധികം വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അത്യാവശ്യത്തിന് അന്നന്ന് സെയിൽ ചെയ്യുന്നത് വൈകുന്നേരം തീരുമ്പോഴത്തേക്ക് അടുത്ത ദിവസം നമ്മൾ അവിടെ നിന്ന് കൊണ്ട് ഇവിടെ എല്ലാം ഫുള്ള് സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാണ്. നാരകത്തിൻ്റെ തന്നെ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. അതെ, ഇത് നമുക്ക് ബാരലൊക്കെ നമ്മൾ ധാരാളം ആൾക്കാർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെലിവറി ഉണ്ടോ സാർ? ഇതിൻ്റെ ഡെലിവറി ഞാൻ പറഞ്ഞില്ല, നമുക്ക് വേണ്ടത് എവിടെയും നമ്മൾ ബാരൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വാഹന ഡെലിവറി കൂടുതൽ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് നമ്മൾ തൃശ്ശൂർ വരെ. അതെ, നമ്മുടെ നഴ്സറിയിൽ ഇവിടെ ഈ കാണുന്ന വിവിധ വെറൈറ്റികൾപ്പെട്ട പേരയാണ്. പേരയുടെ ചെറുതും വലുതുമായിട്ടുള്ള കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകൾ. പേരയുടെ 10 അടിയോളം പൊക്കമുള്ള പ്ലാന്റുകളുണ്ട്. അതിൻ്റെ റെഡ് വയലറ്റ് കളറിലുള്ള പേരയുണ്ട്. പേരയുടെ ധാരാളം വെറൈറ്റി ഇരിപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെറൈറ്റി പേര നമ്മുടെ ഇവിടെ കാച്ചു ഇരിപ്പുണ്ട്. ഇത് ക്രിപ്സൺ റെഡ് എന്ന് പറയും. അതായത് പേരയ്ക്ക് നല്ല റെഡ് കളറാണ്, ചുവന്ന കുരുവില്ലാത്ത റെഡ്. ക്രിപ്സൺ റെഡ് എന്ന് പറയുന്ന പേരയ്ക്കാണ്. അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ കാച്ചു തുടങ്ങിയത് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന ഒരു പ്രത്യേക വെറൈറ്റി ഒരു പേരയാണ് ഈ ക്രിപ്സൺ റെഡ് എന്ന് പറയുന്ന പേര. ഇതിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കാണുന്നതെല്ലാം ഈ വെറൈറ്റി പെടുന്ന പേര. ഇതിലെല്ലാം പൂവും കായുമായിട്ട് നിൽക്കുന്ന പേരകളാണ്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പേര്. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. ഇതിലെല്ലാം വെച്ചാൽ മതി അല്ലേ? അതെ, ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിക്കും. ഭയങ്കര ടേസ്റ്റും കായും വലുപ്പം കൂടുതലുള്ള നല്ലൊരു
പിന്നെ അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ. അതെ അതെ സാർ, ഇതിന് ഒത്തിരി ആവശ്യക്കാരുണ്ടല്ലേ? ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ചിലവുള്ള പേര് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ക്രിസ്ത്യൻ റെഡ്. ഓക്കെ, അതിന്റെ ഒരുപാട് ഒരുപാട് ഈ കാണുന്നതെല്ലാം അതിന്റെ കളക്ഷനാണ്. ആദ്യം വരുന്നവർക്ക് നല്ല പ്ലാന്റുകൾ നോക്കി തന്നെ എടുക്കാം. ബഡ്ജറ്റ് അനുസരിച്ച് ചെറുത് മുതൽ വലുത് ഏറ്റവും ചെറുത് മുതൽ ഏകദേശം 10 അടി ഹൈറ്റുള്ള കാച്ചു തുടങ്ങിയ പേരകൾ വരെ. ഈ കാണുന്ന എല്ലാം ഈ പേരയുടെ വിവിധ വെറൈറ്റികൾപ്പെട്ട പേരുകളാണ്. ഈ കാണുന്നത് നമ്മുടെ നഴ്സറിയിലെ ഓറഞ്ചിൻ്റെ വിവിധ വെറൈറ്റികൾപ്പെട്ട പ്ലാന്റുകളാണ്. ഇത് ഏകദേശം 8 അടിയോളം പൊക്കമുള്ളതാണ്. നാഗ്പൂർ ഓറഞ്ചാണ്. അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള നല്ല വെറൈറ്റി പെടുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഈ നാഗ്പൂർ ഓറഞ്ച്. അതിൻ്റെ വലിയ കാച്ച പ്ലാന്റുകൾ കാണുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. അതിൻ്റെ ചെറുതും വലുതോട്ടുള്ള പ്ലാന്റുകളുണ്ട്. ഇത് എയർപോണിങ് പ്ലോട്ടിൽ ഇരിക്കുന്നതാണ്. ഇത് നമുക്ക് ബ്ലൂ ബാരലിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് ഏകദേശം ഒരാൾ ഹൈറ്റിനേക്കാളും കൂടുതലായി. ഈ കാണുന്ന ഇതെല്ലാം കാച്ചതാണ്. ഇതെല്ലാം കാച്ച് നമ്മൾ പഴുത്ത് പറിച്ചതാണ്. അത് ഈ കാണുന്നുണ്ട്. ഇതെല്ലാം ഓറഞ്ച് ഏകദേശം പഴുക്കാറായി നിൽക്കുന്ന ഓറഞ്ചുകൾ. അതിൻ്റെ ചെറുതും വലുതോട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ നാട്ടിലും കായ്ക്കും. ഇടുക്കിയിലും വയനാട്ടിലും മാത്രമല്ല നമ്മുടെ നാട്ടിലും ധാരാളം ഇപ്പോൾ നട്ട് ആൾക്കാർ ധാരാളം കായ്ക്കുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് വലിയ ബാരലുകളിലും വേണമെങ്കിൽ വെച്ച് വീടിൻ്റെ മുകളിലൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റും. നമ്മളെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് ഓറഞ്ച്. നമുക്ക് ഈ കാണുന്നത് പേഴ്സിമോൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്രൂട്ടാണ്. അതായത് നമ്മുടെ തക്കാളിപ്പഴം പോലെ ഇരിക്കും, ടൊമാറ്റോ. ഏകദേശം അതിൻ്റെ മോഡലിൽ കുറച്ചുകൂടി വലിപ്പമുള്ളതാണ് ഫ്രൂട്ടാണ്. അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് പേഴ്സിമോൺ ഫ്രൂട്ട്. അതിൻ്റെ പ്ലാന്റുകൾ എൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ തൈകൾ ധാരാളം നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് ദുരിയാൻ്റെ ധാരാളം വെറൈറ്റി ഉണ്ട്. ദുരിയാൻ്റെ കുറേ വെറൈറ്റി ഇരിപ്പുണ്ട്. ഇത് കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഈ കാണുന്നത്. ദുരിയാൻ്റെ വെറൈറ്റി ഇതാണ്. അതിൻ്റെ റെഡുണ്ട്. ഈ കാണുന്ന ഒരു 3-4 വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കുണ്ട്. ഈ കാണുന്നത് കടപ്ലാവ്, കടച്ചക്ക എന്ന് പറയും. അതായത് ശീമപ്ലാവ് എന്നും നമ്മളവിടെ പറയാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അയണിയുടെ തൈയിൽ ബഡ് ചെയ്ത തൈയാണ് ഈ ശീമപ്ലാവ്. ഇത് ഒരുപാട് വർഷം കേടുകൂടാതെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മണ്ണിൽ വളർന്ന് കായ്ക്കുന്ന, അതായത് ശീമപ്ലാവിൻ്റെ തടിക്ക് ബലക്കുറവായിരിക്കും. ഇതിൻ്റെ തടിയെന്ന് പറയുമ്പോഴത്തേക്ക് ചുവട് നല്ല ബലമുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ബഡ് ചെയ്ത് പ്രത്യേക രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത്. ശീമപ്ലാവിൻ്റെ അയണിയിൽ ബഡ് ചെയ്ത തൈയാണ് ഈ കാണുന്നത്. അതിൻ്റെ ചെറുതും വലുതുമായ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇത് മൾബറിയുടെ ലോങ് മൾബറി, പാകിസ്ഥാൻ മൾബറി, ബ്രസീൽ മൾബറി എന്ന് പറഞ്ഞിട്ട് നീളം കൂടുതലുള്ള മൾബറിയാണ് ഈ കാണുന്നത്. മൾബറി ധാരാളം പോഷകങ്ങളുള്ള അതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. പ്ലം വെറൈറ്റിപ്പെട്ട ഫ്രൂട്ട് പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ കുറേ വെറൈറ്റികളുണ്ട്. അതിൽ ഇത് ഗവർണേഴ്സ് പ്ലം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഈ ഗവർണേഴ്സ് പ്ലമ്മിൻ്റെയാണ്. ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കാണുന്നത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള കാച്ചു തുടങ്ങിയ ഏകദേശം ഒരു 10 അടിയോളം പൊക്കമുള്ള കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇത് കണ്ടായിരുന്നോ? ഇതിലെല്ലാം ഇത് നിറച്ച് പൂവാണ്. ഇത് കുറച്ച് എൻ്റെ വലിയ പ്ലാന്റാണ്. എൻ്റെ ഇലയുടെ മുൻഭാഗം പച്ച കളറായിരിക്കും, ബാക്ക് ഭാഗം ഗോൾഡ് പോലെ. അത് രാത്രി സമയങ്ങളിൽ ലൈറ്റിൻ്റെ പ്രകാശം അടിക്കുമ്പോഴത്തേക്ക് ഇത് ഗോൾഡ് പോലെ തിളങ്ങും. നമുക്ക് വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നിടത്തൊക്കെ ചെടിയായിട്ട് ഉപയോഗിക്കാം, ഫ്രൂട്ട് പ്ലാന്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പ്ലാന്റ് ഇത് ഹോം ഗ്രൗണ്ടിൻ്റെയാണ്. ഹോം ഗ്രൗണ്ടിൻ്റെ അവിടെ കിട്ടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്ലാന്റും അതേ വിലയ്ക്ക് നമ്മുടെ നഴ്സറിയിൽ, അവിടെ കിട്ടുന്ന അതേ വിലയ്ക്ക് നമ്മുടെ നഴ്സറിയിൽ എല്ലാ പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്നത് ബറാബ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ നെല്ലിക്കയുടെ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയൊരു ഫ്രൂട്ടാണ്. ഈ കാണുന്ന ഇതാണ്. അത് ആൾ സീസണാണ്, എല്ലാ സമയത്തും കായ്ക്കും. ഇത് ചെറുപ്പത്തിലെ കായ്ക്കുന്ന രണ്ടിലെല്ലാം നിറച്ച് കായാണ്. ഈ എല്ലാ പ്ലാന്റുകളും നിറച്ച് നന്നായിട്ട് കാച്ചതാണ്. അതായി കാണുന്ന ഇത് ബറാബ എന്ന് പറയും. ഇത് നമ്മളെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ്. ഇത് മധുരമാണോ എന്ന് വെച്ചാൽ മധുരം ഇല്ല, ഫുള്ള് മധുരമല്ല, ചെറിയ പുളി മധുരമാണ്. പക്ഷേ വൈറ്റമിൻ സി കണ്ടന്റ് ധാരാളമുള്ള ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ഈ കാണുന്ന ബറാബ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇത് നമുക്ക് നമ്മുടെ പഴത്തോട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയാൽ എല്ലാ ദിവസവും നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ പറ്റും. ഇത് ഈ കാണുന്ന ഞാവൽ വെറൈറ്റിപ്പെട്ട കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ തായ് കിങ് ഞാവൽ. അത് ചെറുതിലെ കായ്ക്കുന്നതാണ്, കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. അതിൻ്റെ കാ വലിപ്പം കൂടുതലുള്ള തായ് കിങ്. ഇത് എല്ലാം കാച്ചു തുടങ്ങിയതാണ്, പൂവായി തുടങ്ങിയ തായ് കിങ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അത് നമുക്ക് അയൺ കണ്ടൻറ്റ് ധാരാളം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അയൺ കണ്ടൻറ്റ് ധാരാളം കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഈ ഞാവലിൻ്റെ. ഇത് വൈറ്റ് ഞാവലാണ്. ഇത് നമുക്ക് ചെറുതിലെ കായൽപ്പുണ്ട്. ഇത് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് ടെറസിലൊക്കെ ബാരലിൽ വേണമെങ്കിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ വൈറ്റ് ഞാവലിൻ്റെയും ചെറുതും വലുതായിട്ടുള്ള ധാരാളം പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഈ കാണുന്ന മട്ടോവ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് മട്ടോവ. ഇത് അർസാബോയ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചെറിയ പുളിയും ഭയങ്കര മണമുള്ളൊരു നല്ലൊരു ഫ്രൂട്ടാണ്. പക്ഷേ ഇത് നമുക്ക് മറ്റെന്തെങ്കിലും ഫ്രൂട്ടിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുന്ന നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് അർസാബോയ് എന്ന് പറയുന്നത്. കാച്ച പ്ലാന്റുകൾ ധാരാളം നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് ലിപ്പോട്ട എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. ലിപ്പോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഞാവൽപ്പഴത്തിൻ്റെ ഒരു മോഡലിൽ ഇത് ഈ കാണുന്നത് പോലെ നിറച്ചിങ്ങനെ കായ്ക്കുന്ന നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് ഈ ലിപ്പോട്ട. ഈ കാണുന്നത് നമ്മുടെ സപ്പോട്ടയുടെ കുറേ വെറൈറ്റി ഉണ്ട്.
ഇത് ബനാന സപ്പോട്ടയാണ്. കായ്കൾ നീളം കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് ബനാന സപ്പോട്ട. ഈ നിൽക്കുന്ന കാലാപ്പാട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിക്കറ്റ് ബോൾ ടൈപ്പിലെ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും വലിപ്പം വരുന്ന വെറൈറ്റി സപ്പോട്ടയാണ്. ഈ കാണുന്നത് സപ്പോട്ടയുടെ വിവിധ വെറൈറ്റികളിൽപ്പെട്ട ഇത് വെരിക്കേറ്റഡ് സപ്പോട്ടയാണ്. അതിൻ്റെ വിവിധ വെറൈറ്റികളിൽപ്പെട്ട ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് റെഡ് സപ്പോട്ടയാണ്. ഇതായിരിക്കുന്ന റെഡ് സപ്പോട്ടയാണ്. ഈ കറയുടെ കവർപ്പൊന്നുമില്ലാത്ത കായ്ക്ക് നല്ല മധുരമുള്ള കായ് വലിപ്പം കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന റെഡ് സപ്പോട്ട. ഇത് നല്ലതാണ്, പുതിയൊരു വെറൈറ്റിയാണ്, നല്ല സപ്പോട്ടയാണ് ഈ റെഡ് സപ്പോട്ട. ഈ കാണുന്നത് ഇസ്രായേലി ഓറഞ്ചിൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് വളരെ ചെറുതിലെ തന്നെ കായ്ക്കുന്നതാണ്. ഇത് നമുക്ക് ബാരലിൽ വയ്ക്കാം. ഒരുപാട് വലിയ മരമാവില്ല. ഏകദേശം ഒരു 8 വർഷത്തോളം പഴക്കമുള്ള പ്ലാന്റ് എൻ്റെ വീട്ടിലുണ്ട്. ഏകദേശം ഒരു 6-7 അടി പൊക്കം ആയിട്ടുള്ളേ ഉള്ളൂ. അതിൽ നിന്ന് ഞാൻ പറിച്ച ഫ്രൂട്ടുകളാണ് തൈ കാണുന്നത്. ഇത് ഭയങ്കര മധുരമുള്ളതല്ല, ചെറിയൊരു പുളി മധുരമാണ്. ഇത് വൈറ്റമിൻ സി കണ്ടൻറ്റ് ധാരാളമുണ്ട്. ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വായ്നാറ്റം മാറാനൊക്കെ വായ്ക്ക് ഫ്രഷ്നസ് കിട്ടാനൊക്കെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. ഞാൻ പഴയ വീഡിയോകളിലൊക്കെ ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് മാതളത്തിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം കാച്ചു തുടങ്ങിയതാണ്. ഇതിലെല്ലാം നിറച്ച് കായായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറി ഉണ്ട്. ഇതിലെല്ലാം കാവുള്ളതാണ്. ഇത് കാച്ചു തുടങ്ങിയ മാതളത്തിൻ്റെ ഇത് കണ്ടായിരുന്നോ? ഇതെല്ലാം മാതളത്തിൻ്റെ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇമാതിരിയുള്ള വലിയ പ്ലാന്റുകളാണ് നമുക്കിവിടെ നമ്മുടെ നഴ്സറിയിലുള്ളത്. ഇത് നമ്മുടെ ഇരുമ്പൻ പുളി എന്ന് പറയും, പുളിച്ചി കാച്ചു തുടങ്ങിയതാണ്. ഇത് കറിവേപ്പില, അതായത് ജീരക കരിവേപ്പില എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇതെല്ലാം നിറച്ച് ഏകദേശം ഒരു 6 അടിയോളം ഹൈറ്റുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് കുടംപുളിയുടെ ചെറുതും വലുതുമായിട്ടുള്ള ബഡും ഗ്രാഫ്റ്റുമായിട്ടുള്ള കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഇത് ജാതിയുടെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളം പേരിപ്പുണ്ട്. ഈ കാണുന്നത് അത്തി, നമ്മുടെ ഇസ്രായേൽ അത്തിയാണേ. ഇതിൽ വേണ്ട ചെറുതിലെ ധാരാളം ഓരോന്നിലും 3-4 കാ വെച്ചതായിട്ടുണ്ട്. ഇത് നമുക്ക് വീട് വളപ്പിലൊക്കെ നട്ട് ചെറുതിലെ കായ്പ്പിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ് അത്തി. ഇത് 1 കിലോ ഫ്രൂട്ടിന് തന്നെ ഏകദേശം 1200-1300 രൂപയോളം വിലയുണ്ട്. ഇതിങ്ങനെയല്ല, അത് പ്രോസസ്സ് ചെയ്ത് വാഴനാരിൽ കൊരുത്തി ഇങ്ങനെ കെട്ടി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുന്ന കടകളിൽ കിട്ടും. വളരെയധികം പോഷക ഗുണമുള്ള അയൺ കണ്ടൻറ്റ് ധാരാളം നമുക്ക് ആവശ്യത്തിന് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഇസ്രായേൽ അത്തി. അതിൻ്റെ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം എൻ്റെ ഗ്രാഫ്റ്റ് തൈയാണ്. അതാണ് ഈ ചെറുതിലെ കായ്ക്കുന്നതിന് കാരണം. ഓക്കെ, ഇതെല്ലാം കണ്ടില്ലേ, എല്ലാത്തിലും കാവുണ്ട്. വളരെയധികം നല്ല ഫ്രൂട്ടാണ് ഇത്. എല്ലാവരും നടുന്നത് നല്ലതായിരിക്കും. ഈ കാണുന്നത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് കാരയ്ക്ക എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിലൊക്കെ കാവുണ്ടായിരുന്നു. അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്, ചെറുതിൽ കായ്ക്കുന്നതാണ്. അതിൻ്റെ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. ഈ കാണുന്നത് അവക്കാഡോയുടെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം അവക്കാഡോയുടെ ട്രോപ്പിക്കൽ വെറൈറ്റി വലിയ പ്ലാന്റുകളാണ്. ഇതിൻ്റെ ഗുണം പറയുമ്പോഴത്തേക്ക് ഇത് ഹൈ പ്രോട്ടീനുള്ളൊരു ഫ്രൂട്ടാണ്. വെണ്ണപ്പഴം എന്ന് പറയും. ഇത് നമ്മുടെ വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, നിത്യേന ആഹാരത്തിനോടൊപ്പം ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ അവക്കാഡോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൾക്കാരത് മനസ്സിലാക്കി ധാരാളം തൈകൾ നമ്മുടെ നഴ്സറിയിൽ നിന്ന് ആൾക്കാരെടുത്ത് പോകുന്നുണ്ട്. ഇല്ല. ഇപ്പോൾ ഇത് ട്രോപ്പിക്കൽ വെറൈറ്റി ചെയ്യുമ്പോൾ നമ്മളെ ചൂട് കാലാവസ്ഥ കായ്ക്കുന്ന വെറൈറ്റിയാണ് ഈ ഇരിക്കുന്ന എല്ലാം. അത് തന്നെ അതാണ് നമ്മുടെ നഴ്സറിയിൽ വെച്ചിട്ടുള്ളത്. കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കായ്ക്കുന്നുണ്ട്. 2 വർഷം ആകുമ്പോഴത്തേക്ക് ഇത് കാച്ചു തുടങ്ങും. അതെ, അതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകൾ ധാരാളമുണ്ട്. ഏറ്റവും ചെറുതുണ്ട്, എൻ്റെ വലുതുണ്ട്, ഇതായിരിക്കുണ്ട്, വലിയ പ്ലാന്റുകളുണ്ട്. ഈ കാണുന്നത് നമ്മുടെ സപ്പോട്ടയിൽ മിയാമി സപ്പോട്ട, അതായത് 1 കിലോ ഏകദേശം 1 കിലോയോളം വലിപ്പം വരുന്നൊരു വെറൈറ്റിയാണ് ഈ സപ്പോട്ട. മിയാമി സപ്പോട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. മിയാമി സപ്പോട്ടയുടെ ഏറ്റവും വലിയ പ്ലാന്റ് ഈ കാണുന്നത്. ഇതൊരു 15 അടിയോളം പൊക്കം വരും. ഇതായിരിക്കുന്നത് 15 അടിയോളം ഹൈറ്റുള്ള മിയാമി സപ്പോട്ടയാണ് ഇതായി കാണുന്നത്. അത് മിയാമി സപ്പോട്ട നല്ലതാണ്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അത് കാച്ചു നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല സപ്പോർട്ടാണ്. അത് ഈ കാണുന്നത് കപ്പൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ പണ്ട് രാജകൊട്ടാരത്തിൽ മാത്രമേ നടാൻ പാടുള്ളായിരുന്നുള്ളൂ. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ സപ്പോട്ട പഴം പോലെ കാണാനായിട്ട് ഏകദേശം രൂപം അതേപോലെ ഇരിക്കും. തടിയിലാണ് ഇത് കായ്ക്കുന്നത്. ഈ തൈ നമുക്ക് ഇത് പൂത്തു തുടങ്ങിയ തൈയാണ്. ഇതിനകത്ത് പൂവുണ്ടായിരുന്നു, ഇപ്പോൾ പൂവില്ല. അതിൻ്റെ വലിയ പ്ലാന്റാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 6 അടിയോളം പൊക്കമുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് കപ്പൽ ഫ്രൂട്ട്. ഇതാകുമ്പോൾ ഒലോസോപ്പ എന്ന് പറയും. ഒലോസോപ്പ എന്ന് പറയുമ്പോഴത്തേക്ക് ശർക്കരപ്പഴം, നമ്മുടെ ശർക്കരയുടെ ഏകദേശം ആ ഒരു ടേസ്റ്റ് വരുന്നൊരു ഫ്രൂട്ടാണ് ഒലോസോപ്പ. നല്ല ഫ്രൂട്ടാണ്. ഇത് ചെറുതിലെ കായ്ക്കുന്നതാണ്. ഈ ഇരിക്കുന്നത് എല്ലാം പൂവായി കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ചെറിയ പ്ലാന്റ് ഇതായിരിപ്പുണ്ട്. ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. ഇതായിരിപ്പുണ്ട്. ഒലോസോപ്പ എന്ന് പറയുന്നത് നല്ല ഫ്രൂട്ടാണ്. ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. നല്ല മധുരമുള്ള നല്ല ഫ്രൂട്ടാണ്. ഈ കാണുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, മലേഷ്യൻ്റെയാണ്, റെഡ്. അതായത് നല്ല മധുരമുള്ള തേനൂർ മധുരമുള്ള നല്ല വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ റെഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ച് പല പ്രാവശ്യം ഞാൻ പല വീഡിയോകളിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളാണ് ഇതായി കാണുന്നത്. ഇതെല്ലാം നിറച്ച് പൂവായി. ഇത് ആൾ സീസണാണ്, എല്ലാ സമയത്തും കായ്ക്കും. ഇത് നമുക്ക് ചെടി പോലെ വീട് മുറ്റത്ത് വെച്ച്
നട്ടുപരിപാലിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് ഈ കാണുന്ന മിറാക്കിൾ ഫ്രൂട്ട്. മറ്റു നഴ്സറിയിൽ കിട്ടാത്ത അത്രത്തോളം വെറൈറ്റി റംബുട്ടാൻ്റെ കളക്ഷനാണ് ഇപ്പോൾ ഇവിടെ ഗ്രീൻസിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ മൊത്തം അതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്നത് ഈ സെക്ഷൻ മൊത്തം റംബുട്ടാൻ്റെ ഒരു 12 വെറൈറ്റി ഉണ്ട് നമുക്ക് ടോട്ടൽ റംബുട്ടാൻ്റെ 12 വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം വരികയാണ്. അതായത് നമ്മുടെ പേരത്തമ്പഴം, ഈന്തപ്പഴം കുരു ഇളകി വരുന്നത് പോലെ ഇളകി വരുന്ന വെറൈറ്റികളാണ് ഈ കാണുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ അത് കാണിച്ചിരുന്നു. അതായത് ഇതെല്ലാം എൻ്റെ വലിയ പ്ലാന്റുകളാണ്. ചെറിയ പ്ലാന്റ് അപ്പുറത്തിരിപ്പുണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഇത് കൂടുതലിരിക്കുന്നത് N18 ആണ്. ഇന്ന് ഉള്ളതിൽ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ N18 ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അല്ലേ ചോദിച്ചു വരുന്നത് N18 എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും, കൊലയിൽ എണ്ണം കൂടുതൽ പിടിക്കും. എണ്ണം കൂടുതൽ പിടിക്കുകയും ചെയ്യും. നല്ല മധുരം കൂടുതലാണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ കേടാവാതെ കൂടുതൽ ദിവസം ഇരിക്കുന്നത്, പറിച്ചു വെച്ചാലും കേടാവാതെ കൂടുതൽ ദിവസം ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് N18 റംബുട്ടാൻ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ റംബുട്ടാന്റെ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതിലെല്ലാം നിറച്ച് കാവുള്ളതാണ്. ഇതെല്ലാം കാച്ചതാണ്. കാവുള്ള ധാരാളം പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. റംബുട്ടാന്റെ സീസൺ തുടങ്ങി, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. ഇതെല്ലാം റംബുട്ടാൻ, ഇതിലിരുന്ന നല്ല നല്ല കാവുള്ള പ്ലാന്റുകളെല്ലാം പോയി കഴിഞ്ഞു. ഇതെല്ലാം കാച്ച റംബുട്ടാൻ. ഇനി കുറച്ച് ദിവസത്തേക്ക് കൂടെ കാവുള്ള പ്ലാന്റുകൾ കാണാം. അത് കഴിയുമ്പോൾ ഈ വർഷം കാച്ച പ്ലാന്റുകൾ കിട്ടില്ല. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ഇപ്പോൾ ധാരാളം നമുക്ക് റംബുട്ടാന്റെ നല്ല വെറൈറ്റികൾ നമുക്ക് ഒരുപാട് പേര് തയ്യെ കൊണ്ടുവച്ചിട്ട് കായാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ കായോടുകൂടിയുള്ള പ്ലാന്റ് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റും. ഈ കാണുന്ന സീസർ, കായൽ വലിപ്പം കൂടുതലുള്ള ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഈ സീസർ എന്ന് പറയുമ്പോഴത്തേക്ക്. സീസറിന്റെ ചെറുതും വലുതുകൊണ്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. KG 10 ഉണ്ട്, KG 10 ഉണ്ട്, E35 ഉണ്ട്. നമുക്ക് ആ റംബുട്ടാൻ ഈ 12 വെറൈറ്റിയുടെ പേര് ഞാൻ പറയാം. നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്, നമുക്ക് ആൾക്കാർ കൊടുക്കാനായിട്ട് കൂടുതൽ ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് N18. N18ന്റെ റംബുട്ടാനുണ്ട്, റോങ്ക്രിയാനുണ്ട്, ബെഞ്ചായി ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, മൽവാന ഉണ്ട്, മഹാരളികയുണ്ട്, ജെറൂം ഇമാസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, ഡൽഹി ബാലിംഗ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. റംബുട്ടാൻ്റെ സീസർ എന്ന് പറഞ്ഞ വെറൈറ്റി, അത് വലിപ്പം കൂടുതലുള്ളതാണ്. ആ കാണുന്നത് റംബുട്ടാൻ്റെ E35 ഉണ്ട്. മോർഗാഡിങ് എന്ന് പറഞ്ഞ മഞ്ഞയിൽ E35 പോലത്തെ മറ്റൊരു വെറൈറ്റിയാണ് മോർഗാഡിങ് എന്ന് പറഞ്ഞ വെറൈറ്റി. റംബുട്ടാൻ്റെ KG 10 ഉണ്ട്. തുടങ്ങി ഒരു 12 വെറൈറ്റി റംബുട്ടാൻ അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മളതിൽ ഏറ്റവും കൂടുതലുണ്ട്. അതിൽ കാച്ചു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ N18ന്റെ റംബുട്ടാനാണ് ഇപ്പോൾ കായായിട്ട് നമുക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. റംബുട്ടാൻ തൈകളൊക്കെ കുറച്ച് വലിപ്പമായ തൈകളാണ് ആൾക്കാർ ഒന്ന് കൊണ്ടുവരുന്നത്. അതെ. ഇപ്പോൾ അതായത് മറ്റൊരിടത്തും കിട്ടാത്ത വെറൈറ്റി റംബുട്ടാൻ അത്രയും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഇരിക്കുന്ന എല്ലാം അത് വലിയ തൈകളാണ് ആൾക്കാർ അല്ലേ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. വിളിച്ചെങ്കിലും ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം റംബുട്ടാൻ്റെ സീസണായി തുടങ്ങി. ഇനിയിപ്പോൾ അതായത് മാങ്ങയുടെ സീസൺ തീരുമ്പോഴത്തേക്കാണ് ഇത് പഴുത്തു തുടങ്ങുന്നത്. അതായത് നമുക്ക് മാവ് പ്ലാവ് വീട്ടിൽ നടുന്നത് പോലെ റംബുട്ടാനും നമ്മുടെ കേരള മണ്ണിൽ നന്നായിട്ട് പിടിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് റംബുട്ടാൻ. എല്ലാ വീടുകളിലും വരുന്നത് നടുന്നത് 2 എണ്ണം വെക്കാൻ പറ്റി. അതാണ് ഏറ്റവും ഏത് ഫ്രൂട്ട് പ്ലാന്റ് നമ്മൾ വെച്ചാലും ഒന്നിലധികം പ്ലാന്റുകൾ അടുത്തടുത്തുണ്ടെന്നുണ്ടെങ്കിൽ പോളിനേഷൻ നടന്ന് കായ്ഫലം കൂടാൻ നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥലം സൗകര്യം ഉണ്ടെങ്കിൽ 2 പ്ലാന്റ് അടുത്തടുത്ത് വയ്ക്കുക. സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡെന്നിസ് മാത്യു. ഞാൻ ISROയിൽ വർക്ക് ചെയ്യുന്നത്. വേളി ഏരിയയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സ്ഥലം സ്വദേശം കോട്ടയമാണ്. എനിക്ക് പാരൻസ് ഒക്കെ ഉള്ളത് കൊട്ടാരക്കര. എല്ലാം ഞാൻ ഒരു വർഷം മുമ്പ് ഇവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. അതും കൊട്ടാരക്കരയിലേക്കാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് കൊട്ടാരക്കര വീട്ടിലേക്കാണ്, സ്ഥലത്തേക്കാണ് വാങ്ങിക്കുന്നത്. ഇപ്പം എനിക്ക് നേരത്തെ ഇവിടെ നിന്ന് ഉള്ളവർ, എനിക്ക് പരിചയക്കാരൻ്റെ കൂടെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർ ഇവിടെ ഈ ഏരിയയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഇവിടുത്തെ തൈ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ മാത്രമല്ല, പേര, അതേപോലെ തന്നെ റംബുട്ടാൻ, ഇനി പ്ലാവ്, ഇതെല്ലാം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങി. ഇവിടുത്തെ നല്ലതാണ്. ആ ഹോം ഗ്രൗണ്ട് പറയുന്ന, അല്ലെങ്കിൽ ഓരോ വെറൈറ്റി ഉണ്ടല്ലോ, ആ പറയുമ്പോൾ അതനുസരിച്ച് തന്നെ ഉള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് എടുക്കാം. പിന്നെ വേറെ പല കളക്ഷൻ ഇഷ്ടപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പേര് പറയും, പക്ഷേ സാധനം വേറെ ആരും കിട്ടുന്നത്. ഇവിടെ നമുക്ക് വിശ്വസിച്ച് സാധനം എടുക്കാം, വാങ്ങിക്കാം, ഉപയോഗിക്കാം. അപ്പോൾ അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. കുഴപ്പമില്ല, നല്ല വളരെ വന്ന ഉടനെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ വളരെ ഫ്രണ്ട്ലി ആണ്. ഉടനെ വന്ന് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വൈഫിന്റെ പേര് അമലു, സ്ഥലം ആലപ്പുഴ കലവൂര്. മോളാണ് ലിയോണ, ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. നേഴ്സറി എങ്ങനെയുണ്ട്? പൊതുവെ ഇഷ്ടപ്പെട്ടു? ഭംഗിയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മൊത്തം കാണാനൊന്നും സമയം കിട്ടില്ല. ഒരു ഫംഗ്ഷനും ഓക്കെ, അതിന്റെ ഒരു ഓട്ടോ ആണല്ലേ. അപ്പൊ ഇനി വരില്ലേ ഇവിടെ? ഉറപ്പായിട്ട് വരും. എൻ്റെ പേര് മിനി, കൊല്ലങ്കോട്. എൻ്റെ വല്യമ്മയുടെ മോള്. ഇഷ്ടപ്പെട്ടു. മാവ്, പ്ലാവ്, തെങ്ങ്, മുരിങ്ങ, ഒത്തിരി ചീമ പ്ലാവ്. ഞാൻ ഇവിടെ സ്ഥിരം വരാറുള്ളതാണ്.
അല്ല ഞങ്ങൾ വന്നിട്ട് അതേപോലെ മറ്റുള്ളവരോട് പരിചയപ്പെടുത്തി കൊടുക്കും. അതെ ഓക്കെ. നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇമാതിരിയുള്ള കട്ടറിൻ്റെ ധാരാളം വെറൈറ്റി ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റുന്ന കട്ടറുകൾ, ലെന്ത് കൂടിയ ചെടികളുടെ കൊണ്ടകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടർ, അതിനെ നമുക്ക് അതിൻ്റെ ശിഖരങ്ങൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള വാള് പോലുള്ള കട്ടറിനേക്കാളും വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന വാളിൻ്റെ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള സാധനങ്ങൾ ധാരാളമുണ്ട്. പോട്ടുകളുണ്ട്. പ്ലാന്റുകൾ നടുമ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാവിധ പ്ലാന്റുകൾ നടുമ്പോൾ ഉപയോഗിക്കേണ്ടതായ മരുന്ന്, വളം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നഴ്സറിയിലുണ്ട്.